ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 4 നിന്നാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. आज पहले कुरिन्ती 4 अध्याय में से हम बात करेंगे. ഇതിന്റെ 10ാമത്തെ വാക്യമാണ് മലയാളത്തിൽ വായിക്കാൻ പോകുന്നത്. उसके 10वें पद को हम एक और पढ़ के सुनेंगे. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, हम मसीह के लिए मूर्ख हैं, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികളാണ്. परंतु तुम मसीह में बुद्धिमान हो. ഞങ്ങൾ ബലഹീനർ, हम निर्बल है, നിങ്ങൾ ബലവാന്മാർ. परंतु तुम बलवान हो. ഹല്ലേലൂയ. നിങ്ങൾ മാന്യതർ, तुम आदर पाते हो, ഞങ്ങൾ മാനഹീനർ അത്രേ. परंतु हम निरादर होते हैं. ഇത് മുഴുവൻ ക്രിസ്തു നിമിത്തമാണ് ഞങ്ങൾ അനുഭവിച്ചത്. ये सब कुछ मसीह के हालेलुया नाम के लिए हम सह रहे हैं. ഹല്ലേലൂയ. മലയാളത്തിൽ ഒരു പാട്ടുണ്ട്. मलयालम में गीत है, ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഞങ്ങൾ ഭോഷന്മാരാണ്, दुनिया के नजरों में हम मूर्ख हैं, ശരിക്കും ദൈവത്തിന്റെ ദൃഷ്ടിയിലാണ് നമ്മൾ ശ്രേഷ്ഠന്മാർ. मगर परमेश्वर की दृष्टि में या परमेश्वर की नजरों में हम श्रेष्ठ हैं. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെല്ലാം ലോകക്കാരുടെ ദൃഷ്ടിയിൽ ഭോഷന്മാരായിട്ടാണ് കാണുന്നത്. हालेलुया. जितने लोग मसीह के लिए खड़े हैं, मसीह के लिए जी रहे हैं, दुनिया की नजरों में आप मूर्ख हो. വളരെ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചുണ്ടായ ഒരു സഭയാണ്. क्योंकि काफी प्रार्थना करके स्थापित की गई ये कलीसिया थी वो. ചിലര് പറയുന്നത് ഞങ്ങൾ പൗലോസിന്റെ ആൾക്കാർ, मगर कुछ लोग वहां पे कह रहे हैं कि हम पौलुस के लोग हैं. ചിലര് പറയുന്നു ഞങ്ങൾ അപ്പൊല്ലോസിന്റെ ആൾക്കാർ, कुछ लोग कहते हैं कि हम अपुल्लोस के लोग हैं. ചിലര് പറയുന്നത് ഞങ്ങൾ പത്രോസിന്റെ ആൾക്കാർ. कुछ लोग कहते हैं कि हम पतरस के लोग हैं. നോക്കണം, പിശാച് എപ്പോഴും വരുന്നത് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ, വിഭജനം ഉണ്ടാക്കാൻ അസാധ്യം വരുന്നത്. शैतान जो हमेशा आता है वो वहां पर हालेलुया एक भिन्नता लाने के लिए वो आता है. അത് ചർച്ചിന്റെ അകത്താണെങ്കിലും മാത്രമല്ല, അത് ഫാമിലിക്ക് അകത്താണെങ്കിലും പിശാച് ഇന്നവരെ ആരെയും യോജിപ്പിച്ചിട്ടില്ല, എല്ലാവരെയും വിഭജിച്ചിട്ടേ ഉള്ളൂ. शैतान जब कलीसिया में चाहे क्यों ना आए या फिर किसी घर परिवार में क्यों ना आए, शैतान एक करने के लिए नहीं मगर विभिन्न करने के लिए, फूट डालने के लिए वो आता है. പക്ഷേ പ്രാർത്ഥിക്കുന്ന ദൈവദാസൻ പൗലോസിന്റെ ഹൃദയം ഒത്തിരി വേദനിച്ചു. मगर प्रार्थना करने वाले परमेश्वर के दास पौलुस को काफी दुख लगा. 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ അദ്ദേഹത്തിന്റെ നിജസ്ഥിതി പറയുകയാണ്. हालेलुया. 4 अध्याय के 9वें पद में वो अपने जीवन की अवस्था बता रहे हैं. ദൈവം അപ്പോസ്തലന്മാരായ ഞങ്ങളെ മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ ഒടുവിലത്തെ നിലയിൽ പ്രദർശനത്തിന് നിർത്തിയെന്ന് എനിക്ക് തോന്നുന്നു. हालेलुया. वो पौलुस इस प्रकार कहते हैं कि मेरी समझ में परमेश्वर ने हम प्रेरितों को सबके बाद उन लोगों के समान ठहराया जिनकी मृत्यु की आज्ञा हो चुकी है. കാരണം ഞങ്ങൾ ലോകത്തിനും ദൂതന്മാർക്കും മനുഷ്യർക്കെല്ലാം കാഴ്ചവസ്തുവായി തീർന്നിരിക്കുക. क्योंकि हम जगत और स्वर्गदूत और मनुष्यों के लिए एक तमाशा ठहरे हैं. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം അവിടുത്തെ ഒരു നിയമത്തെ കുറിച്ച് പറയുന്നത്. यहाँ पर पौलुस वहां के एक नियम के बारे में बता रहे हैं. സാധാരണ അവിടെ ഒരാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാൽ, जब वहां पर किसी को मार देने की शिक्षा जब किसी पर होती है, അല്ലെങ്കിൽ യുദ്ധത്തിലെ തടവുകാരെ ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. या फिर युद्ध में जो बंदी लोगों को लेकर आते हैं उनके साथ ये ऐसा किया जाता है. അവരെ ആ പട്ടണത്തിലൂടെ ഒരു പ്രദർശനം നടത്തും. उन लोगों को उस पूरे शहर में उनका प्रदर्शन किया जाता है. എന്നിട്ട് മൃഗങ്ങൾ കൂടിയിരിക്കുന്ന ഗ്രൗണ്ടിലേക്ക് അവരെ വിട്ടുകൊടുക്കും മൃഗങ്ങൾക്ക് കഴിക്കാൻ. फिर ऐसे एक मैदान में उनको छोड़ दिया जाता है जहां पर बहुत सारे जानवर होते हैं ताकि वो जानवर आकर उनको पकड़कर खा जाए. ഇത് റോമൻ രീതിയായിരുന്നു. ये रोम की एक रीति थी. എന്നിട്ട് ഇവരെ ഇങ്ങനെ മൃഗങ്ങൾ കടിക്കാൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വെപ്രാളം ഉണ്ടല്ലോ. और जब जानवर इनको खाने के आने के लिए जब आते हैं तब इनके जीवन की जो एक घबराहट होती है, ആ വെപ്രാളം, മരണത്തിന് മുമ്പുള്ള അവരുടെ വെപ്രാളം കാണാനായിട്ട് മനുഷ്യർക്ക് ഭയങ്കര ഇഷ്ടമാണ്. देखो उस मृत्यु से पहले जो उनके जीवन की घबराहट होती है उसको देखने के लिए लोग बड़ी इच्छा के साथ बैठते हैं. ആൾക്കാര് ഫുട്ബോൾ കളി കാണാൻ ഗാലറിയിൽ ഇരിക്കുന്ന പോലെ, ക്രിക്കറ്റിന്റെ അത് കാണാനായിട്ട് ഗാലറിയിൽ ഇരിക്കുന്ന പോലെ ഇത് കാണാൻ തന്നെ ഒരു വലിയ ജനക്കൂട്ടം ഉണ്ട്. जिस प्रकार क्रिकेट का देखने के लिए, फुटबॉल का मैच देखने के लिए गैलरी में लोग बैठे रहते हैं, वैसे ही इस नजारे को देखने के लिए भी काफी लोग वहां पर बैठे हुए होते हैं. ആ കാലത്തെ അപ്പോസ്തലന്മാരെയും ആ കാലത്തെ ക്രിസ്ത്യാനികളെയും എന്ന് മാത്രമല്ല, കുറ്റം ആരോപിക്കപ്പെട്ടവരെല്ലാം, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെല്ലാം ആ പട്ടണത്തിലൂടെ ഇങ്ങനെ ചുറ്റി നടക്കും. और हालेलुया. इस प्रकार उस देश के जितने प्रेरित हो, परमेश्वर के संतान क्यों ना हो, मगर या फिर कोई बंदी क्यों ना हो, दोषी क्यों ना हो, अपराधी क्यों ना हो, उन सबों को जिनको मौत की सजा मिल गई है, सबसे पहले पूरे शहर में उनका चक्कर लगाया जाता है.
ഇതാ പൗലോസ് പറയുന്നത് പ്രദർശനത്തിൽ നിർത്തിയതിനെ കുറിച്ച്. वैसे ही पौलुस यहाँ पर कहते हैं कि हमारा भी इस प्रकार तमाशा बना दिया है। എന്നിട്ട് അവരെ മൃഗത്തിന്റെ മുമ്പിലേക്ക് തള്ളുകയാണ്. फिर इन लोगों को पकड़कर उन जानवरों के आगे डाल दिया जाता है। അല്ലെ സിംഹം അതുപോലുള്ള വലിയ മൃഗങ്ങൾ അവരെ കടിച്ചു കീറാൻ വരും മുമ്പ് അവർക്ക് ജീവന് വേണ്ടി നടത്തുന്ന ഒരു വെപ്രാളമുണ്ട്. അത് കാണുന്ന മനുഷ്യന് ഭയങ്കര സന്തോഷമാണ്. അവരതെല്ലാം കണ്ട് കൈകൊട്ടിച്ചിരിക്കാറുണ്ട്. प्रियो हालेलुया। और उन्हें मारने से पहले, उनके मृत्यु से पहले जब ये जानवर, शेर और इस प्रकार के जानवर जब उन्हें खत्म करने के लिए आते हैं, मगर ये लोग अपने प्राण के लिए घबराहट जो उनके अंदर होती है उसको देखने के लिए, उनका तमाशा बनाने के लिए एक बहुत बड़ी भीड़ वहां पर इकट्ठी होती है। प्रियो ലോകത്തിനും മനുഷ്യർക്കും ഞങ്ങളെ കൂത്തുകാഴ്ചയാക്കിയിരിക്കുകയാണ്. इस प्रकार इसलिए पौलुस ने कहा कि स्वर्गदूतों और मनुष्यों के लिए हमें एक तमाशा बना दिया है। എല്ലാവരും ദൈവഭാഗത്ത് വന്നത് പട്ടണത്തെ മോഹിച്ചായിരിക്കാൻ പലരും വന്നത്. सब लोग या फिर अनेक लोग मसीह के पास जो आते हैं अपने जीवन को खुशहाल करने के लिए या सुखदायी जीवन के लिए वो आते हैं। പലരും ഓർത്തില്ല ഇത് ആദ്യകാലങ്ങളൊക്കെ ഇതൊരു യുദ്ധക്കളമാണെന്ന് അവർ വിചാരിച്ചില്ല. मगर उन्होंने, अधिकतर लोगों ने इस बात को नहीं जाना कि हालेलुया, प्रभु की सेवकाई प्रथम युग में जो होती थी वो काफी एक युद्ध भूमि के समान था। 10ാമത്തെ വാക്യം കഴിഞ്ഞ രാത്രി ഞാൻ ഒരുപാട് വായിക്കുകയും ചിന്തിക്കുകയും ചെയ്തൊരു വാക്യമാണ്. कल रात को मैं उस 10वें पद पर काफी देर मैं पढ़ता रहा, काफी मनन मैंने उस वचन पर किया। ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാരായിരിക്കുക. वहां पर लिखा है कि हम मसीह के लिए मूर्ख हो चुके हैं। പൗലോസ് പറയുന്നുണ്ട് എന്നെ ദമസ്കോസിൽ വെച്ച് ദൈവം വിളിക്കുമ്പോൾ, हालेलुया, पौलुस कहते हैं कि जब दमिश्क के फाटक में परमेश्वर ने मुझे चुना, ഞാൻ ജഡരക്തങ്ങളോട് അനുവാദം ചോദിച്ചിട്ടില്ല. उस वक्त मैंने मांस और लहू से अनुमति नहीं ली। താൻ ഒരു ഗമാലിയന്റെ പാദപീഠത്തിലിരുന്നു കൊണ്ട് വിദ്യാഭ്യാസം ചെയ്ത ഭയങ്കര ഒരു മനുഷ്യനാണ് പൗലോസ്. गमाली के हालेलुया पैरों तले या उसके चरणों में बैठकर अपनी पढ़ाई लिखाई पूरा किया हुआ एक ज्ञानी व्यक्ति है पौलुस। അർത്ഥം പഠിപ്പില്ലാഞ്ഞിട്ടല്ല താൻ ഈ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. देखो, इसका मतलब है हालेलुया ये नहीं कि पौलुस अनपढ़ था इस वजह से वो प्रभु की सेवकाई के लिए निकला है। കർത്താവിന്റെ വേലയിൽ ദൈവത്തിന്റെ മക്കളോടെല്ലാം പറയുന്നു, ഹല്ലേലൂയ, എത്രത്തോളം പഠിക്കാമോ അത്രത്തോളം പഠിക്കുക. हालेलुया, मैं भी परमेश्वर के लोगों से यही कहना चाहता हूं, आप जितनी पढ़ाई कर सकते हैं उतना आप पढ़ाई करें। കുഞ്ഞുങ്ങളെ എത്രത്തോളം പഠിപ്പിക്കാമോ അത്രത്തോളം പഠിപ്പിക്കുക. बच्चों को जितना आप पढ़ा लिखा सकते हैं उनको उतना पढ़ाए और लिखाए। കാര്യം കഴിഞ്ഞ കാലങ്ങളിൽ ആൾക്കാർ വിധി എഴുതിയത് ഇത് വിദ്യാഭ്യാസമില്ലാത്തവരുടെ കാര്യമാണ്. क्योंकि पिछले समय में हालेलुया लोगों ने इस प्रकार लिख रखा था, बोल रखा था कि ये सेवकाई जो है अनपढ़ लोगों की है, ഇത് ജോലിയില്ലാത്തവരുടെ കാര്യമാണ്. जिन लोगों के पास नौकरी नहीं है वे लोग सेवा करते हैं। അതുകൊണ്ട് ചെയ്യുന്നതാണെന്ന എല്ലാവരും വിധി എഴുതിയത്. सब लोगों ने ऐसा बोला था, सब लोगों ने ऐसा ही सोचा था कि ये सब ऐसे लोग करते हैं। ഞാൻ നിങ്ങളോട് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്, ഹല്ലേലൂയ, പൗലോസ് ഗമാലിയന്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ച ഒരു മനുഷ്യനായിരുന്നു. मगर मैं आपको स्मरण दिलाना चाहता हूँ, पौलुस गमाली नामक उस अच्छे अध्यापक के चरणों में बैठकर उसने पढ़ाई की है। തന്റെ കുടുംബം നല്ലൊരു ബിസിനസ് ഫാമിലി ആയിരുന്നാ പറയുന്നത്. पौलुस का परिवार के बारे में बताया गया है कि बहुत ही अच्छा एक बिजनेस परिवार से है, वो अच्छा बिजनेस करने वाले लोग थे। ആ കാലത്ത് കപ്പലുള്ള ഒരു കുടുംബമായിരുന്നാ പറയുന്നത്. देखो, उस युग में पौलुस के परिवार में एक अपना खुद का उनका जहाज चलता था। ദൈവം തന്നെ വിളിച്ചപ്പോൾ താൻ ജഡരക്തങ്ങളുടെ അനുവാദം ചോദിച്ചില്ല. मगर परमेश्वर ने जब पौलुस को बुलाया उस समय उसने लहू और मांस की अनुमति नहीं ली। അമ്മാവനോടോ അമ്മായിയോടോ ഒന്നും ചോദിക്കാതെ താൻ കർത്താവിന് വേണ്ടി ഇറങ്ങി വന്നു. वो अपने रिश्तेदारों से पूछे बिना ही प्रभु की सेवा के लिए अपने आप निकल पड़े हैं। ഹല്ലേലൂയ. हालेलुया। പക്ഷേ ദൈവത്തിന്റെ വേലയിൽ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? मगर परमेश्वर की सेवकाई में आने के बाद उसके जीवन में क्या होता है? സംഭവിച്ചത് ദൈവത്തിന്റെ കണ്ണിന് മുമ്പിൽ താൻ ശ്രേഷ്ഠനായി വിളങ്ങുകയാണ്. परमेश्वर की आंखों के आगे वो काफी श्रेष्ठ बन चुके हैं। മനുഷ്യർ ഇവരെ കാണുന്നത് ഭോഷന്മാരായിട്ടാണ്. मगर मनुष्य जो इनको देखते थे वो एक मूर्ख के समान देखते थे। ഇവരെ അന്നും ഇന്നും നാളെയും അങ്ങനെ തന്നെയായിരിക്കും. परमेश्वर के प्रियो, उस जमाने में और आज की तारीख में और आने वाले दिनों में भी ऐसा ही होगा। നിങ്ങൾക്ക് വില ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവരാജ്യത്തിൽ മാത്രമേ ഉള്ളൂ. अगर आपकी कोई कीमत हो, आपको कोई आदर मिले तो केवल और केवल वो स्वर्ग राज्य में है। നിങ്ങൾക്ക് ഒരു മാന്യത ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ മുന്നിൽ മാത്രമേ കാണത്തുള്ളൂ. आपको यदि कोई आदर मिलता है तो केवल और केवल परमेश्वर के आगे मिलता है। അത് അന്ന് മാത്രമല്ല, അത് ഇന്നും അങ്ങനെയായിരിക്കും, നാളെയും അങ്ങനെയായിരിക്കും. वो केवल उस जमाने में नहीं मगर आज भी वो ऐसा ही है, आने वाले समय में भी ऐसा ही होगा। നിങ്ങൾ ശ്രേഷ്ഠന്മാരായിരിക്കുന്നത് എപ്പോഴും ദൈവത്തിന്റെ മുന്നിൽ മാത്രമേ ഉള്ളായിരിക്കും. आप लोग जो श्रेष्ठ बनते हो वो केवल और केवल परमेश्वर के आगे, परमेश्वर की नजरों में हो।
നിങ്ങളെ വീട്ടുകാര് ഭോഷന്മാരായിട്ടേ കാണത്തുള്ളൂ. आपके घर वाले आपको हमेशा मूर्ख ही समझेंगे. നാട്ടുകാർ നിങ്ങളെ ഭോഷന്മാരായിട്ടേ കാണത്തുള്ളൂ. आपके देश वाले हालेलुया देशवासी वो मूर्ख के समान आपको देखेंगे. കൂട്ടുകാർ നിങ്ങളെ ഭോഷന്മാരായിട്ടേ കാണത്തുള്ളൂ. आपके साथी आपके मित्र आपको एक मूर्ख के समान देखेंगे. നിങ്ങളെ ശ്രേഷ്ഠനായിട്ട് കാണുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, ജീവിച്ചിരിക്കുന്നുള്ളത് സ്വർഗത്തിലെ പിതാവാം ദൈവം മാത്രമേ. यस, आपको केवल जो श्रेष्ठ समझता है इस दुनिया का कोई नहीं मगर केवल और केवल वो स्वर्ग का परमेश्वर है प्रियो. അതുകൊണ്ടാ പാട്ടുകാർ പാടിയത് ലോകത്തിന്റെ ദൃഷ്ടി ഞങ്ങൾ ഭോഷരാണ്. इसलिए गीतकार ने इस प्रकार गाया है कि दुनिया की नजरों में हम मूर्ख हैं ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഞങ്ങൾ എന്നും ശ്രേഷ്ഠന്മാരായി വാഴും. मगर परमेश्वर के नजरों में हम हमेशा श्रेष्ठ रहेंगे. ഹല്ലേലൂയ. हालेलुया. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. अब्राहम का, इसहाक का और याकूब का परमेश्वर हमारे साथ है प्रियो. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? हाथों को उठाकर हालेलुया बोलेंगे. ഹല്ലേലൂയ. हालेलुया. പ്രൈസ് ദി ലോർഡ്. प्रेज द लॉर्ड. കാര്യം ഹല്ലേലൂയ, ആരൊക്കെ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നോ അവർ മനുഷ്യന്റെ മുമ്പിൽ ഭോഷന്മാരായിരിക്കും. जो कोई परमेश्वर के वचनों के लिए उसकी व्यवस्था के लिए जिएगा, खड़ा रहेगा, वे लोग इस दुनिया की नजरों में मूर्ख ठहरेंगे. ആര് സത്യത്തിന് വേണ്ടി നിൽക്കുന്നുണ്ടോ അവർ മനുഷ്യന്റെ മുമ്പിൽ ഭോഷന്മാരായിരിക്കും. जो लोग सच्चाई के लिए जीते हैं वे लोग मनुष्यों के आगे मूर्ख ठहरेंगे. ഞങ്ങളുടെ കേരളത്തിൽ ഞങ്ങളുടെ പള്ളിയെല്ലാം വിട്ടപ്പോ और हमारे केरला में जब हमने अपना नामधारी कलीसिया जब हम छोड़कर आए, ഉപ്പായും മമ്മിയും ഒക്കെ പള്ളി വിട്ട് ഞങ്ങളുടെ വീടിന്റെ പറമ്പിൽ തന്നെ ഒരു ഹോളൊക്കെ പണിതു. और हमने नामधारी कलीसियाओं को छोड़ा और मसीह में जब आ गए अपने ही हालेलुया आंगन में एक छोटा सा प्रभु का हॉल बनाया. അപ്പോൾ ഞങ്ങളുടെ നാട്ടുകാരെല്ലാം ഭയങ്കര കളിയാക്കാറ്. उस समय हमारे देशवासी हम लोगों का मजाक उड़ाते थे കാര്യം വലിയ പള്ളിയെല്ലാം വിട്ടു. क्योंकि बहुत बड़े चर्च को, बड़े नामधारी कलीसियाओं को हमने छोड़ दिया था. കാര്യം വീട്ടിലുള്ള പല കുടുംബാംഗങ്ങളും ആ പള്ളിയിൽ നിൽക്കുകയാണ്. हमारे परिवार में अनेक लोग उस नामधारी कलीसिया के अंग है. അതൊക്കെ നിൽക്കുമ്പോഴാണ് ആ പള്ളിയെല്ലാം വിട്ടിറങ്ങിയത്. ऐसे एक समय में हमने वो नामधारी कलीसिया छोड़कर हम प्रभु के लिए निकल पड़े. അപ്പോൾ ഹല്ലേലൂയ സ്നാനപ്പെട്ട് ഈ ദൈവസഭയുടെ ഭാഗമാകുമ്പോൾ बपतिस्मा लेकर जब परमेश्वर के कलीसिया के अंग जब हम बन गए, വേറെ പലയിടങ്ങളിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയെങ്കിലും ഹല്ലേലൂയ അവസാനം ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തൊരു ഹോൾ ഇല്ലായിരുന്നു. ഒരു ഹോൾ ഞങ്ങൾ പണിതു. हम शुरुआती समयों में दूसरे जगह कलीसिया में आराधना के लिए जाते थे मगर हमारे उस इलाके में कोई कलीसिया नहीं थी. इस वजह से हमने अपने घर के आगे ही एक छोटा सा हॉल बनाया. നല്ല രസമായിരുന്നു. പള്ളിക്കാരും നാട്ടുകാരൊക്കെ എല്ലാ രാത്രിയിലും ഹല്ലേലൂയ കള്ളൊക്കെ കുടിച്ച് വീടിന്റെ വാതിൽക്ക വന്ന് മനോഹരമായ പാട്ടുകളൊക്കെ പാടുമായിരുന്നു. हालेलुया, बहुत ही हालेलुया सुंदर समय था. रात के समय हमारे देश के वासी नामधारी कलीसिया में जाने वाले लोग या अन्य जाति लोग वो शराब पी के रात के समय हमारे कलीसिया के आगे आकर खड़े होकर वो अपना गाना गाते थे. പാടിയ ഒരു പാട്ട് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. ബന്ദിക്കോസിൽ പോയാൽ കപ്പയും മീനും തിന്നാം. और उस समय हालेलुया एक व्यक्ति रात में शराब पीकर हमारे कलीसिया के आगे खड़े होकर उन्होंने गाना एक ऐसा गाया कि अगर पेंतिकोस में जाएंगे तो हम अच्छा पेट भर के खाना खा सकते हैं. ശരിക്കും ഹല്ലേലൂയ കപ്പയും മീനും തിന്നാവുന്ന അതാണ് ഇപ്പോൾ നാഷണൽ ഫുഡായിട്ട് അംഗീകരിച്ച ഫുഡായി കപ്പയും മീനും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. देखो केरला का एक हालेलुया राष्ट्रीय भोजन के रूप में भी हम बोल सकते हैं, एक नेशनल फूड के समान हम बोल सकते हैं कि वहां का रेतालू और मछली, ये इसका कॉम्बिनेशन बहुत चलता है. आज की तारीख में वो काफी फेमस है. ഗവൺമെന്റ് പ്രഖ്യാപിച്ചതാണ്. गवर्नमेंट ने उसकी घोषणा कर दी है. അല്ലെ അത് കളിയാക്കിപ്പാട്ടായിരുന്നെങ്കിലും ദൈവം അത് കാര്യമാക്കി. देखो उन लोगों ने मजाक में पेंतिकोस वालों का मजाक उड़ाने के लिए ऐसा एक गीत गाया था मगर वो प्रभु ने उसको वास्तविक रूप से वैसा ही बना दिया. അത് മാത്രമാണോ, ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങളുടെ ആ നാട്ടിലുള്ള പിള്ളേരൊക്കെ നമ്മുടെ ചർച്ചിൽ പറയുന്ന അന്യഭാഷയായിരുന്നു വഴി കൂടെ ഒക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. और केवल इतना ही नहीं मगर जब हम स्कूल में जाते थे तो उस समय कलीसियाओं में जो हम आराधना करते समय अन्य भाषा बोलते थे. हालेलुया, हमारा मजाक उड़ाने के लिए जब हम स्कूल जाते थे तो बच्चे भी वही बोलते रहते थे. എന്തായിരുന്നു ഹല്ലേലൂയ നമ്മൾ പറയുന്നതിനേക്കാൾ നന്നായിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു. और हम जो अन्य भाषा बोलते थे हमसे भी अच्छा अन्य भाषा वो हमारे मजाक उड़ाते समय हमें देखकर वो बच्चे बोलते थे. ഇതൊക്കെ കളിയാക്കാൻ ചെയ്യുന്നതാണ്. ये सब कुछ किसी का तमाशा बनाने के लिए, मजाक उड़ाने के लिए हम करते हैं. എല്ലാ ദേശത്തെല്ലാം ഒറ്റപ്പെടുത്തി. पूरे देश में हमें अकेला कर दिया गया. അപ്പോൾ കാര്യം ഹല്ലേലൂയ നമ്മൾ എന്താണ് ഹല്ലേലൂയ ഇന്നലകളിൽ ഹല്ലേലൂയ നിന്ന ദൈവത്തിന് മുമ്പിൽ ശ്രേഷ്ഠരായിരുന്നു. मगर हम परमेश्वर के नजरों में तो काफी श्रेष्ठ थे.
വീട്ടുകാരുടെ മുമ്പിൽ അല്ലിയ ഭോഷന്മാരായി മാറി. मगर घर वालों के सामने हमें मूर्ख हम ठहरे थे, നാട്ടുകാരുടെ ഇടയിൽ ഭോഷന്മാരായി മാറി. देशवासियों के बीच में हम मूर्ख बन गए थे കളിയാക്കിന്റെ ഒരു അല്ലിയ വസ്തുക്കളായി മാറി. और लोगों के लिए तमाशा के एक वस्तु हम बन चुके थे. അല്ലിയ പല പല മേഖലകളിൽ നിന്ന് ഒറ്റപ്പെടുത്തി. अनेक लोगों ने हमें ठुकरा दिया, अकेला कर दिया. കാര്യം അതങ്ങനെ സംഭവിക്കത്തുള്ളൂ. കാര്യം നമുക്ക് നന്നായിട്ട് അറിയാമായിരുന്നു, ദൈവത്തിന് വേണ്ടി നിന്നാൽ ദൈവസ്ഥാനത്ത് മാത്രമേ ദൈവം മാത്രമേ ശ്രേഷ്ഠരായി കാണത്തുള്ളൂ, മനുഷ്യർ തള്ളുവെന്ന്. हालेलुया, ये सब हम पहले से ही जानते थे, क्योंकि जब हम मसीह के लिए जीते हैं, मसीह के लिए काम करते हैं, तो केवल और केवल परमेश्वर है जो हमें श्रेष्ठ समझते हैं. എന്താണ് മത്തായി സുവിശേഷം വായിച്ചിരിക്കുന്നത്? വായിക്കാമോ? മത്തായി സുവിശേഷം ഒന്ന് വായിക്കാമോ? 10-ാം അധ്യായം 22-ാമത്തെ വാക്യം. मत्ती का सुसमाचार 10वें अध्याय के 22वें पद में क्या लिखा है प्रियो? വായിക്കാമോ? मेरे नाम के कारण सब लोग तुमसे बैर करेंगे, पर जो अंत तक धीरज धरे रहेगा उसी का उद्धार होगा. യേശു പറഞ്ഞു, മക്കളെ, എന്റെ നാമ നിമിത്തം നിങ്ങളെ എല്ലാവരും പകയ്ക്കും. हालेलुया, यीशु ने कहा है मेरे नाम के कारण सब लोग तुमसे बैर करेंगे. നിങ്ങൾക്ക് എന്റെ കണ്ണിന്റെ മുമ്പിൽ മാത്രമേ ശ്രേഷ്ഠതയുള്ളൂ. तुम केवल मेरे नजरों में श्रेष्ठ हो. ഹല്ലേലൂയ. എന്റെ നാമത്തിൽ മാത്രമേ അല്ലെങ്കിൽ എന്റെ രാജ്യത്തിൽ മാത്രമേ നിങ്ങളെ മാന്യരായിട്ട് ആൾക്കാർ കാണത്തുള്ളൂ. केवल मेरे राज्य में ही लोग तुम्हें आदर योग्य समझेंगे. ഹല്ലേലൂയ. അല്ലാത്തവർ നിങ്ങളെ കുറ്റവാളികളെ പോലെ തന്നെ കാണത്തുള്ളൂ. मगर बाहर के लोग या इस दुनिया में रहते समय इस दुनिया के लोग आपको एक दोषी के समान देखेंगे. എന്താ, ഞങ്ങൾ നിൽക്കുന്ന രാജ്യത്തിന്റെ അകത്ത് നമ്മൾ കണ്ടിട്ടില്ലേ, ദൈവത്തിന്റെ മക്കളെ ഒരു നായെ ട്രീറ്റ് ചെയ്യുന്ന പോലെയല്ലേ ഇവിടുത്തെ ആൾക്കാർ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. देखो प्रियो, हम जिस देश में रहते हैं, इस देश में की अवस्था भी तो ऐसे ही है. परमेश्वर के लोगों को, परमेश्वर के दासों को एक कुत्ते के समान उनके साथ व्यवहार किया जाता है. അല്ലെ ചാണകമെല്ലാം കലക്കി ഒഴിക്കുന്നു, ചെരുപ്പ് കൊണ്ട് തല്ലുന്നു, കല്ലുകൊണ്ട് എറിയുന്നു, എന്തൊക്കെ ദേശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. हमारे देश में क्या क्या नहीं हो रहा. लोग गोबर हालेलुया मिलाकर परमेश्वर के दासों के ऊपर फेंकते हैं, चप्पल उतार के मारते हैं, बहुत सारी पीड़ाएं और सताव हो रहे हैं. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, इसलिए प्रेरित पौलुस इस प्रकार कहते हैं, ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാരാണ്. हम मसीह के लिए मूर्ख है प्रियो. ഹല്ലേലൂയ. അത് ലോകത്തിന് മുമ്പിലാണ് ഭോഷന്മാരായത്. देखो, इस दुनिया के आगे हम मूर्ख बने हैं. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ മക്കൾ വളരെ ശ്രദ്ധിക്കണം. आज परमेश्वर के लोग बड़े ध्यान से सुनिएगा. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൽ 22-ാം വാക്യത്തിൽ യേശു മുന്നമേ പറഞ്ഞു, मत्ती 10 के 22 में यीशु मसीह ने बहुत पहले ही हमसे कह दिया है എന്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. कि मेरे नाम के कारण सब लोग तुमसे बैर करेंगे. ഭർത്താവ് നിങ്ങളെ പകയ്ക്കും, ഭാര്യ നിങ്ങളെ പകയ്ക്കും, മക്കൾ നിങ്ങളെ പകയ്ക്കും, നാട്ടുകാർ നിങ്ങളെ പകയ്ക്കും, നിങ്ങളുടെ ബന്ധക്കാര് പകയ്ക്കും, ഇന്നലകളിൽ ചേർന്ന് നിന്നവർ എല്ലാം നമ്മളെ ദൈവത്തിന്റെ നാമം പ്രതി പകയ്ക്കും. यस, परमेश्वर के नाम के निमित्त हालेलुया हमारा पति हमसे बैर करेगा, पत्नी हमसे बैर करेंगी, बच्चे हमसे बैर रखेंगे, हमारे घर वाले, देशवासी, इस दुनिया के हर एक लोग हमसे बैर करेंगे प्रियो. യേശു പറഞ്ഞ എല്ലാവരും മാനിക്കുമെന്നല്ല, എല്ലാവരും പകയ്ക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. यीशु ने ये नहीं कहा कि सब लोग तुम्हारा आदर करेंगे, ऐसा नहीं, मगर यीशु ने बोला सब लोग तुमसे बैर करेंगे. ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ദൈവമക്കൾ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. दुनिया के विभिन्न भागों से परमेश्वर के लोग आज की सभा में हमारे साथ जुड़े हैं. കണ്ണുനീര് തുടക്കുന്ന ദൈവം ഇന്ന് ഇറങ്ങി കേട്ടോ. आपके आंसुओं को पहुंचने वाला परमेश्वर आज आपके लिए उतर कर आ रहे हैं. ഞാൻ ഈ പറഞ്ഞ കാര്യം ഒരു പ്രാവശ്യമെങ്കിലും അനുഭവിച്ചവരുണ്ടല്ലോ. और मैंने जो बातें बताई हालेलुया, आप में से कुछ लोगों ने तो कम से कम एक बार तो आपने अपने जीवन में अनुभव किया होगा. ഒത്തിരി പ്രാവശ്യം അനുഭവിച്ചവരുടെ ഇവിടെ ഇരിപ്പുണ്ട്. अनेक लोग ऐसे भी हैं जिन्होंने अपने जीवन में बहुत बार ऐसी समस्याओं का अपने जीवन में सामना किया है. ദൈവത്തിന്റെ നാമം പ്രതി പകയ്ക്കപ്പെട്ടവരുണ്ട്. देखो, परमेश्वर के नाम के निमित्त बैर सहने वाले लोग यहाँ पर बैठे हैं. യേശു പറയാണ്, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ അവൻ രക്ഷിക്കപ്പെടാൻ പോവുകയാണ്. मगर यीशु मसीह हमसे कहते हैं कि जो अंत तक धीरज धरे रहेगा उसी का उद्धार होगा. നിനക്ക് പട്ടുമത്ത തരാമെന്ന് പറഞ്ഞല്ല കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നത്. परमेश्वर ने जब आपको बुलाया था तो आपसे ये नहीं कहा कि मैं तुझे सुखदायक एक जीवन दूंगा. ഹല്ലേലൂയ. ദൈവം നമ്മളോട് പറഞ്ഞത്, ഞാൻ നിനക്ക് വലിയൊരു നിത്യത തരാം. मगर यीशु ने हमसे केवल ये कहा है कि मैं तुझे एक अनंत जीवन दूंगा. എന്താണ് 6-ാം അധ്യായം പറഞ്ഞിരിക്കുന്നത്? 6वें पद में 6वें अध्याय में क्या लिखा है? മാത്യു 6:22 ഒന്ന് വായിക്കാമോ? मत्ती 6 का 22 भी पढ़ेंगे. शरीर का दिया आंख है, इसलिए यदि तेरी आंख निर्मल हो तो तेरा सारा शरीर भी उजियाला होगा.
6-ാം അധ്യായം 1 മുതൽ ഒന്ന് വായിച്ചു. ये 6वें अध्याय के पहले पद से हम कुछ पदों को पढ़ेंगे। सावधान रहो, तुम मनुष्य को दिखाने के लिए अपने धर्म के काम ना करो, नहीं तो अपने स्वर्गीय पिता से कुछ भी फल ना पाओगे। इसलिए जब तू दान करे तो अपने आगे तुरही ना बजवा, जैसे कपटी सभाओं और गलियों में करते हैं, ताकि लोग उनकी बड़ाई करें। मैं तुमसे सच कहता हूं कि वे अपना प्रतिफल पा चुके। जब तुम ദൈവസനെ 5:11 5 का 11 पढ़ेंगे। धन्य हो तुम जब मनुष्य मेरे कारण तुम्हारी निंदा करे और सताए और झूठ बोल बोलकर तुम्हारे विरोध में सब प्रकार की बुरी बातें कहे। എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കും, मेरे नाम के कारण तुम्हारी निंदा लोग करेंगे, നിങ്ങളെ ഉപദ്രവിക്കും, तुम्हें लोग सताएंगे നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയും. और तुम्हारे विरोध में झूठी बातें वो बोलेंगे। അപ്പോൾ നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. तब तुम्हें समझना है कि तुम लोग धन्य हो। ഇന്ന് ലോട്ടറി അടിച്ചവരല്ല ഭാഗ്യവാന്മാർ. आज जिनको लॉटरी लगा है वे लोग नहीं है जो धन्य है। യേശുവിന്റെ നിമിത്തം ആരേലും പഴികൾ അനുഭവിക്കുന്നുണ്ടോ? मगर यीशु के कारण क्या कोई ऐसा है जो निंदाओं को सह रहे हैं? യേശുവിന്റെ നാമം നിമിത്തം ആരേലും ഉപദ്രവം അനുഭവിക്കുന്നുണ്ടോ? क्या ऐसा कोई है जो यीशु के नाम के कारण सताए जा रहे हैं? എല്ലാ തിന്മകളും നിങ്ങളുടെ മേലിൽ കളവായി ആൾക്കാർ പറയുന്നുണ്ടോ? क्या लोग आपके विरोध में झूठ बोल रहे हैं? നിങ്ങളെ ഭാഗ്യവാന്മാരെന്നാണ് ദൈവം വിശേഷിപ്പിക്കുന്നത്. परमेश्वर आपके लिए आपसे कहते हैं कि आप लोग धन्य हो। അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, इसलिए प्रेरित पौलुस ने कहा, പ്രിയരേ, ഞങ്ങൾ ലോകത്തിനു മുമ്പിൽ ഭോഷന്മാരായി മാറി. हम इस दुनिया के आगे मूर्ख बन चुके हैं। നോക്കണം, എവിടുന്ന് വന്നെന്ന് ഓർക്കണം. ഗമാലിയന്റെ പാദപീഠത്തിൽ പഠിച്ച നല്ല ഒരു മനുഷ്യനാണ്. देखो, गमाली उस व्यक्ति के चरणों में बैठकर पढ़ाई की हुई व्यक्ति है। ഏറ്റവും നല്ല സാമ്പത്തികമായ അനുഭവമുള്ള ഒരു വ്യക്തിയായിരുന്നു. एक आशीषित धन संपत्ति, काफी धनी एक व्यक्ति था। പക്ഷേ ദൈവം തന്നെ വിളിച്ചപ്പം, मगर परमेश्वर ने जब पौलुस को बुलाया, ജഡരക്തങ്ങളോട് അനുവാദം ചോദിക്കാതെ കർത്താവിന് വേണ്ടി നിന്നപ്പം, मांस और लहू से अनुमति लिए बिना ही जब प्रभु के नाम के लिए वो खड़ा हुआ, ദൈവത്തിന്റെ കണ്ണിന്റെ മുമ്പിൽ ശ്രേഷ്ഠനായി താൻ വാഴാൻ തുടങ്ങി. परमेश्वर की नजरों के आगे वो काफी श्रेष्ठ गिना गया। പക്ഷെ ലോകക്കാർ തന്നെ പോഷനായിട്ടാ കണ്ടത്. मगर दुनिया के लोगों ने उसको मूर्ख के रूप में देखा। അതുകൊണ്ട് യേശു പറഞ്ഞു, എന്റെ നാമം നിമിത്തം നിങ്ങളെ ആൾക്കാർ പകയ്ക്കും. इसलिए यीशु ने हमसे कहा है कि मेरे नाम के कारण लोग तुमसे बैर करेंगे, ഉപദ്രവിക്കും, तुम्हें सताएंगे, എല്ലാ അല്ലിയ കളവുകളും നിങ്ങളെ നോക്കി പറയും. लोग तुम्हारे विरोध में झूठ बोलेंगे, അവര് നിങ്ങളെ പഴിക്കും. वो तुम पर दोष लगाएंगे। പക്ഷേ നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. मगर तुम्हें जानना है कि तुम लोग धन्य हो, കാര്യം ദൈവത്തിന് വേണ്ടി നിന്നവരെല്ലാം പോഷന്മാരായിട്ടാണ് നിന്നത്. क्योंकि यीशु मसीह के लिए जितने लोग जिए हैं, मूर्ख के समान वे लोग जिए हैं। ഈ അപ്പോസ്തലനായ പൗലോസിന്റെ ലൈഫ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. पौलुस का जीवन जब हम देखते हैं तो हम इन बातों को समझ सकते हैं। അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ അകത്ത്, प्रेरितों के काम 17वें अध्याय में 22-ാം വാക്യത്തിന്റെ അകത്ത്, उसके 22वें पद में വളരെ ഒരു അല്ലിയ സ്ഥലത്ത് താൻ ചെന്നു. पौलुस एक जगह पर पहुंच गए। അവിടെ ചെന്നപ്പോൾ ഒത്തിരി പ്രതിമകൾ ഉണ്ടായിരുന്നു. वहां पर जब पहुंचे तो काफी मूर्तियों को उसने वहां पर देखा, ഞാൻ ആ വിഗ്രഹങ്ങളുടെ ഇടയിലൂടെ എല്ലാം നോക്കി നടന്നു. और पौलुस उन मूर्तियों के बीच में से हालेलुया सबको देखते हुए ऐसे टहलते रहे। ദേവന്മാരുടെയും ദേവിമാരുടെയും എല്ലാം വിഗ്രഹങ്ങൾ താൻ കണ്ടു. काफी देवी देवताओं का मूर्ति उसने वहां पर देखा। താൻ കണ്ട സമയത്ത് ऐसे समय में താൻ അവിടെ ചെന്നപ്പോൾ 22-ാമത്തെ വാക്യത്തിന്റെ അകത്ത് താൻ ഒരു അജ്ഞാത ദേവന്റെ വേദിക്കല്ല് താൻ കണ്ടു. हालेलुया 22वें पद में हम देखते हैं कि हालेलुया वहां पर एक हालेलुया देवता का मूर्ति उसने देखा जिस पे कोई नाम नहीं था। താൻ അവിടെ നിന്നുകൊണ്ട് താൻ പ്രസംഗിക്കാൻ തുടങ്ങി. और वहां पर खड़े होकर पौलुस प्रचार करने लगे। 32-ാം വാക്യത്തിൽ പൗലോസിനെ ആൾക്കാർ പരിഹസിക്കാൻ തുടങ്ങി. 32वें पद में जब हम आते हैं तो वहां पर देखते हैं कि लोग पौलुस के विरोध में उसका ठट्टा उड़ाने लगे। നോക്ക്, ദൈവത്തിന്റെ കണ്ണിൽ ശ്രേഷ്ഠനായി നിൽക്കുക താൻ. देखो, पौलुस परमेश्वर की नजरों के आगे तो काफी श्रेष्ठ है। ദൈവത്തോട് ഭയങ്കര സ്നേഹമാണ്. परमेश्वर से काफी प्रेम है पौलुस को। ആൾക്കാർ ഈ വിഗ്രഹത്തെ കുമ്പിട്ട് പോകുന്ന കണ്ടിട്ട് തനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. लोग इन मूर्तियों के आगे दंडवत कर रहे थे, मगर पौलुस इस बात को ग्रहण नहीं कर पाया। താൻ തന്റെ മാന്യത അങ്ങോട്ട് മാറ്റിവെച്ചു. पौलुस ने अपने सारे हालेलुया मान्यताओं को उसने छोड़ दिया, എല്ലാം അങ്ങോട്ട് മാറ്റിവെച്ചു.
सब कुछ उसने छोड़ दिया। താൻ ആ ബുദ്ധിമാൻ എന്ന് പറയുന്ന ഭാവമൊക്കെ താൻ അങ്ങ് മാറ്റിവെച്ചു. देखो वो बुद्धिमान है इस सोच विचार को उसने छोड़ दिया। എന്നിട്ട് താൻ തന്നെ ഒരു ഭോഷനാക്കി. फिर उसने अपने आप को एक मूर्ख बना दिया। എന്നിട്ട് അവിടെ നിന്നിട്ട് ആൾക്കാരുടെ എല്ലാം കേൾക്കെ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു. फिर वहां पर जितने लोग खड़े थे सबके आगे ऊंची आवाज में पौलुस भाषण देने लगा। എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. और पौलुस ने बोला कि सब लोग मेरी ओर ध्यान दे। ഇവിടെ ഒരു വേദിക്കല്ലിരിപ്പുണ്ട്. यहाँ पर एक पत्थर रखा गया है। നിങ്ങളെല്ലാം കുമ്പിടുകയാണ്. आप लोग आकर इसके सामने दंडवत कर रहे हो। ഇതിന് പേരില്ല. देखो मगर इस मूर्ति का कोई नाम नहीं दिया है। പേര് പറയാന്ന് പറഞ്ഞ് താൻ അങ്ങ് പ്രസംഗിച്ചു തുടങ്ങി. देखो हालेलुया पौलुस ने बोला कि अब मैं इसका नाम बताऊंगा कहकर वो प्रचार करना शुरू किया। ജീവനുള്ള യേശുവിനെ പ്രസംഗിക്കാൻ തുടങ്ങി. जीवित यीशु का प्रचार वहां पर पौलुस करने लगे। ആൾക്കാർ പരിഹസിക്കാൻ തുടങ്ങി. लोग उसके मजाक उड़ाने लगे। ചിലർ വിശ്വസിക്കാൻ തുടങ്ങി. मगर कुछ लोगों ने साथ साथ विश्वास भी किया। സ്വർഗത്തിൽ നിന്ന് ദൈവം പൗലോസിനെ നോക്കിയിട്ട് പറഞ്ഞു, നീ എന്റെ കണ്ണിന്റെ മുമ്പിൽ മോനെ ശ്രേഷ്ഠനാണ്. स्वर्ग में से परमेश्वर ने पौलुस को देखकर इस प्रकार बोला कि तू मेरे नजरों में काफी श्रेष्ठ है। ലോകക്കാര് കളിയാക്കി ചിരിക്കുമ്പോ ദൈവം പറയാൻ തുടങ്ങി, നീ എന്റെ ശ്രേഷ്ഠനാണ്. देखो इस दुनिया के लोग जब मजाक उड़ा रहे थे मगर यीशु ने कहा, परमेश्वर ने बोला कि तू मेरी नजरों में श्रेष्ठ है। ഹല്ലേലൂയ. हालेलुया। ആൾക്കാർ തന്നെ ഭയങ്കരമായിട്ട് പകച്ചു. देखो वहां पर जितने लोग खड़े थे अनेक लोगों ने उसका मजाक उड़ाया। ഒരു രാജാവ് തന്റെ നേരെ അലച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, एक राजा उसके हालेलुया विरोध में दहाड़ते हुए चिल्लाते हुए आकर उसने बोला, ഹേ പൗലോസ്, है पौलुस നിനക്ക് വിദ്യാഭ്യാസത്താൽ ഭ്രാന്ത് പിടിച്ചിരിക്കുക. देखो तू ज्यादा पढ़ लिख चुका है, इस वजह से अब तू पागल हो चुका है। അതുകൊണ്ട് നീ യേശുവിനെ ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ പ്രാണനെ പേടിക്കാതെ നീ പ്രസംഗിക്കുന്നത്. इसलिए अब तू सब लोगों के आगे अपनी प्राण की परवाह ना करते हुए यीशु का प्रचार कर रहा है। നിനക്ക് വിദ്യാഭ്യാസം കൂടിയിട്ട് ഭ്രാന്താണ് പൗലോസേ. देखो तू ज्यादा पढ़ लिखा है, इस वजह से अब तू पागल हो चुका है पौलुस। നിന്നെ ഭ്രാന്തൻ എന്ന് വിളിച്ചപ്പോൾ ഉയരത്തിലെ ദൈവം വിളിച്ച് അവൻ നിന്നെ ഭ്രാന്താന്ന് വിളിച്ചോട്ടെ, നീ എന്റെ കണ്ണിന്റെ മുമ്പിൽ ശ്രേഷ്ഠനാ കുഞ്ഞെ. हालेलुया। मगर परमेश्वर ने पौलुस से कहा कि है पौलुस, इस दुनिया के लोग तुझे पागल बुलाएंगे, चिंता मत कर, दुखी मत हो, मगर तू मेरे नजरों में काफी श्रेष्ठ है। ആ കാലത്ത് സഭയുടെ എണ്ണം വർദ്ധിക്കാൻ തുടങ്ങി കേട്ടോ. उस युग में कलीसिया की गिनती बढ़ने लगी प्रियो। ആ കാലത്ത് ദിനം പ്രതി ജനം സ്നാനപ്പെട്ട് സഭയോട് ചേരാൻ തുടങ്ങി. उस युग में हालेलुया उस का समय में हालेलुया लोग बपतिस्मा लेकर कलीसिया से जुड़ने लगे प्रियो। ഇന്നത്തെ പാസ്റ്റർമാരും കുടുംബങ്ങളും ദൈവമക്കളൊക്കെ VIP അല്ലേ. हालेलुया आजकल के पासवान और पासवान के परिवार तो VIP बन चुके हैं। ദൈവത്തിന്റെ മക്കളൊക്കെ VIP ആണ്. परमेश्वर के लोग VIP है। ഞാൻ പറഞ്ഞ അങ്ങനെ ആകണം. मैं बोलूंगा कि हाँ हमें ऐसा ही बनना है। പക്ഷേ ഹല്ലേലൂയ, നമ്മൾ നമ്മളെ പോഷന്മാരാക്കാൻ അല്ലെ മടിക്കുന്നത് കൊണ്ടാണ് ഇന്ന് പല ഉണർവുകളും നിലയ്ക്കുന്നത്. मगर हम अपने आप को काफी जगहों पर मूर्ख बनाने के लिए हम तैयार नहीं है, इस वजह से अनेक बेदारियां नहीं हो रही है प्रियो। നാം എല്ലാ സത്യവും അറിഞ്ഞു, हमने सारी सच्चाइयों को जान लिया, പക്ഷേ നമുക്ക് അല്ലിയ പോഷന്മാരാകണ്ട. मगर हमें मूर्ख बनना पसंद नहीं है। നമുക്ക് കുടുംബത്തിൽ പോഷന്മാരാകാൻ മടിയായി. हम अपने परिवार में मूर्ख बनना अब नहीं चाहते हैं। അതുകൊണ്ട് നമ്മുടെ ഫെയ്ത്തിൽ വീട്ടിന്റെ അകത്ത് നാം കോംപ്രമൈസ് ചെയ്യാൻ തുടങ്ങി. इसलिए हमारे विश्वास के जीवन में हम अपने परिवार में समझौता करना लग चुके हैं। നാട്ടിൽ നമുക്ക് പോഷന്മാരാകാൻ മടിയായി. हम अपने देशवासियों के बीच में एक मूर्ख बनना नहीं चाहते हैं। അതുകൊണ്ട് സൊസൈറ്റിയിൽ നമ്മൾ വിശ്വാസത്തിന്റെ പേരിൽ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായി. इसलिए हमारे समाज में भी हमारे देश में भी हम विश्वास के नाम पर समझौता करने के लिए आप तैयार हो चुके हैं। സഭക്കാരുടെ എണ്ണയിൽ അല്ലെങ്കിൽ ഇന്നലകളിലെ ചർച്ചക്കാരുടെ എണ്ണ എടുത്ത് അല്ലിയ നമുക്ക് പോഷന്മാരാകാൻ നമ്മൾ തയ്യാറല്ല. कलीसिया के बीच में हम एक मूर्ख बनने के लिए आप तैयार नहीं हैं। അതുകൊണ്ട് നമ്മൾ അല്ലിയ കോംപ്രമൈസ് ചെയ്യാൻ തുടങ്ങി. इसलिए वहां पर भी हम समझौता करने के लिए तैयार हो चुके हैं। കാര്യം നീ ദൈവത്തിന്റെ സത്യത്തിന് വേണ്ടി നിന്നാൽ നിന്നെ വീട്ടുകാർ തള്ളും. क्योंकि यदि तू परमेश्वर की सच्चाई के लिए जिएगा तो तेरे घर वाले तुझे ठुकराएंगे, നാട്ടുകാർ തള്ളും, देशवासी तुझे ठुकराएंगे, ഇന്നലെ കൂടെ തോളെ കൈയിട്ടവരെല്ലാം തള്ളും. कल तक तेरे बाहों में हालेलुया हाथ में हाथ मिलाकर चले हुए लोग तुझे ठुकराएंगे। ഇത് നാം ആഗ്രഹിക്കാത്തത് കൊണ്ട് നമ്മൾ പലരും ഇന്നും മനുഷ്യന് മുമ്പിൽ പോഷരല്ല. देखो ये सब कुछ आज हम अपने जीवन में होने नहीं देते, इस वजह से हम लोगों के आगे मूर्ख बनना नहीं चाहते। അതുകൊണ്ട് പലരും ദൈവത്തിന്റെ കണ്ണിന് മുമ്പിൽ ശ്രേഷ്ഠരുമല്ല. इस वजह से आज की तारीख में अनेक लोग परमेश्वर की नजरों में भी श्रेष्ठ नहीं है प्रियो। ദിവസം ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് കേട്ടോ. मैं सब लोगों की बात नहीं कर रहा हूँ।
ഹല്ലേലൂയ. പക്ഷേ ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി ഉറച്ചൊരു തീരുമാനം നമ്മൾ ജീവിതത്തിൽ എടുക്കട്ടെ. मगर इन दिनों में हम परमेश्वर के लिए एक दृढ़ निश्चय, एक दृढ़ निर्णय हम अपने जीवन में ले। നമ്മളെ ഭ്രാന്താന്നേ വിളിക്കത്തുള്ളൂ. इस दुनिया के लोग हमें पागल पागल करके पुकारेंगे, പോഷണേന്നേ വിളിക്കത്തുള്ളൂ. हमें लोग मूर्ख करके पुकारेंगे। ഹല്ലേലൂയ. ലോകത്തെന്നൊക്കെ കളിയാക്കി പേരുണ്ട്, അത് മുഴുവനെ നമ്മളെ വിളിക്കത്തുള്ളൂ. इस दुनिया के हर एक मजाकिया नाम को लोग हमारे ऊपर डालेंगे। നിന്നെ പ്രിയ മകനെ മകളെ എന്ന് വിളിക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, അത് സ്വർഗത്തിലെ ദൈവമായിരിക്കും. मगर आपको केवल प्रिय बेटे है बेटी पुकारने वाला केवल एक ही व्यक्ति है, वो है हमारा स्वर्ग का परमेश्वर। ഹല്ലേലൂയ. ദൈവം നാമം പ്രതി എത്രയോ പേര് ഭോഷരായി മാറി. देखो परमेश्वर के नाम के कारण कितने ही लोग मूर्ख ठहरे हैं। എനിക്ക് കൃപായുഗത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറയാനുണ്ട്, അല്ലെങ്കിൽ അല്ലിയ ഉൽപ്പത്തി പുസ്തകത്തിന്റെ അകത്ത് 6-ാം അധ്യായത്തിൽ ജീവിച്ചിരുന്ന നോഹയെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. और उत्पत्ति के पुस्तक 6वें अध्याय में जिए हुए नूह के बारे में मुझे बताने के लिए है। അല്ലിയ 6-ാം അധ്യായം പറയുന്നു, അല്ലിയ 6-ാം അധ്യായത്തിന്റെ അകത്ത് പറയുന്നത് ദൈവം നോഹയെ ഒത്തിരി സ്നേഹിച്ചു. हालेलुया। 6वें अध्याय में वचन इस प्रकार कहता है कि परमेश्वर ने नूह से काफी प्रेम किया, താൻ നീതിമാനായിരുന്നു, क्योंकि वो एक धर्मी व्यक्ति था, താൻ നിഷ്കളങ്കനായിരുന്നു. वो एक निष्कलंक व्यक्ति था। 6-ാം അധ്യായത്തിൽ ബൈബിൾ പറയുന്ന ആ തലമുറയിൽ നോഹയുടെ മേൽ ദൈവത്തിന്റെ കൃപ ഇറങ്ങി. हालेलुया। 6वें अध्याय में इस प्रकार लिखा है कि उस समय परमेश्वर यहोवा का अनुग्रह नूह पर हुआ। എന്നോട് ദൈവം പറഞ്ഞു, ഗോഫേർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം. हालेलुया। परमेश्वर ने नूह से कहा कि गोफेर के वृक्ष से तू एक जहाज बना। ദൈവ ശബ്ദം നോഹ കേട്ടു. परमेश्वर की आवाज को नूह ने सुना, കേട്ടു. ഹല്ലേലൂയ. മഴ പെയ്യാൻ പോകുന്നു. और नूह ने परमेश्वर की आवाज को सुना और कहा कि परमेश्वर ने बोला कि बारिश होने जा रही है, കണ്ട് വെള്ളം പൊങ്ങാൻ പോകുന്നു. पानी उठने जा रहा है, ഭൂമി നശിക്കാൻ പോകുന്നു. पृथ्वी नाश होने जा रही है, നീ ഒരു 3 നിലയുള്ള കപ്പൽ പണിയണം. तू 3 मंजिला का एक जहाज बना, എന്നിട്ട് നീതി നീ പ്രസംഗിക്കണം. फिर धर्म का तू प्रचार कर। താൻ ഹല്ലേലൂയ താൻ ഇത് വീട്ടിൽ പറയുമ്പോ जब नूह ने अपने घर में ये बोला ഭാര്യയുടെ മുമ്പിൽ താൻ ഭോഷൻ, तो अपने पत्नी के आगे वो एक मूर्ख बन गया, മക്കളുടെ മുമ്പിൽ താൻ ഭോഷൻ. बच्चों के आगे वो एक मूर्ख बन गया। നോക്ക്, ദൈവത്തിന് മുമ്പിൽ ശ്രേഷ്ഠൻ, परमेश्वर की आंखों के आगे वो श्रेष्ठ है, വീട്ടുകാരുടെ മുമ്പിൽ താൻ ഭോഷൻ. मगर घर वालों के सामने वो एक मूर्ख बन गया। ഹല്ലേലൂയ. നാട്ടുകാരുടെ മുമ്പിൽ താൻ ഭോഷൻ. अपने देशवासियों के बीच में वो एक मूर्ख बन गया। പല മക്കളും അല്ലെ പല ആൾക്കാരും വന്ന് മക്കളോട് പറഞ്ഞു, നിന്റെ പപ്പായ്ക്ക് ഭ്രാന്ത കേട്ടോ. अनेक लोगों ने आकर नूह के बच्चों से बोला कि तेरे पापा पागल हो चुके हैं। നോഹ പറയുന്നത്, ഞാൻ നിൽക്കുന്നത് ദൈവം എന്നോട് പറഞ്ഞ ഒരു ദൈവശബ്ദത്തിന്റെ അകത്താണ്. मगर नूह ने इस प्रकार बोला कि मैं मनुष्यों की आवाज के आगे नहीं, मगर परमेश्वर की बातों के आगे मैं खड़ा हूं। മഴ പെയ്യാൻ പോകുക, വെള്ളം പൊങ്ങാൻ പോകുകയാണ്. देखो बारिश होने जा रही है, पानी उठने जा रहा है। വീട്ടുകാർ തന്നെ ഭോഷനായി കാണുകയാണ്. घर के लोग उसको मूर्ख हल के रूप में देख रहे हैं, നാട്ടുകാർ തന്നെ ഭോഷനായി കാണുകയാണ്. देशवासी नूह को मूर्ख के समान देख रहे हैं। ഓ നല്ല മനുഷ്യനാണ്, പക്ഷെ ഈ പ്രായത്തിൽ തനിക്ക് ഭ്രാന്തായി എന്ന് ജനം പറയുക. लोग इस प्रकार बोलने लगे कि एक अच्छा व्यक्ति था, मगर इस अपने बुढ़ापे में अब पागल बंद हो चुका है। ശരിക്കും ഇന്ന് ഈ വചനം കേൾക്കുന്നവർക്കും തോന്നിയിട്ടില്ലേ, അല്ലെ അതുവരെ മഴ പെയ്തിട്ടില്ല. देखो इस वचन को सुनने वाले लोग, आपको भी तो ऐसा लग रहा होगा, उस समय तक तो कभी कभी बारिश भी नहीं हुई है, വെള്ളം മുങ്ങിയിട്ടില്ല. कभी वहां पर पानी नहीं उठा है। പുതിയ ഒരാൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലേ നമ്മളും അവരെ ഭ്രാന്താന്നല്ലേ വിളിക്കുന്നത്. देखो ऐसा हमारे सामने भी कोई ऐसा करे जो पहली बार ऐसे कुछ कामों को करते हैं, तो हम भी तो पागल उनको बुलाते हैं। പക്ഷേ ഹല്ലേലൂയ അദ്ദേഹം ദൈവശബ്ദം കേട്ടിട്ടാണ്. मगर उन्होंने परमेश्वर की आवाज को सुनकर ये सब कुछ किया। കാട്ടിൽ പോയി ഗോഫർ മരം വെട്ടുമ്പോഴും जंगल में जाकर गोफेर के वृक्ष को जब वो काट रहे थे, മാസങ്ങൾ നീണ്ട് വീടിന്റെ മുറ്റത്ത് കപ്പൽ പണിയുമ്പോഴും काफी महीनों तक हालेलुया अपने घर के आगे वो उस जहाज का निर्माण कर रहे थे, കളിയാക്കി 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 ജനം ചിരിക്കുക. लोग उसका मजाक उड़ाकर उसका वो हालेलुया हंसी मजाक में उड़ा रहे थे। ദൈവം പറഞ്ഞു, നോഹേ നീ എന്റെ കണ്ണിന് മുമ്പിൽ ശ്രേഷ്ഠനാകട്ടോ. परमेश्वर ने कहा कि नूह तू मेरी आंखों के आगे, मेरे नजरों में तू श्रेष्ठ है। ഹല്ലേലൂയ. അവസാനം തന്നെ ഭോഷൻ എന്ന് വിളിച്ചവർ നടുവിൽ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവം അവനെ ശ്രേഷ്ഠനാക്കി മാനിച്ചു. आखिर में हम देखते हैं कि इस दुनिया में जितने लोगों ने उसको मूर्ख बोला था, उन लोगों के नजरों के आगे, उनके आंखों के सामने उसको श्रेष्ठ प्रभु ने बना दिया। ഈ ദിവസങ്ങളിൽ ദൈവശബ്ദത്തിന് വേണ്ടി നിൽക്കുന്ന നോഹമാരുണ്ടോ? इन दिनों में क्या नूह के समान लोग प्रभु के लिए खड़े हैं? ഹല്ലേലൂയ. നോഹമാരുണ്ടെങ്കിൽ ഈ ദൂത് നിങ്ങൾ ഏറ്റെടുക്കണം. अगर नूह के समान के लोग आज मुझे सुन रहे हैं, तो आप इस संदेश को अस्वीकार करें। നിങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ നാട്ടിലുള്ളവർക്കോ അറിയാതെ നിങ്ങളെ ഭോഷൻ എന്ന്
മുദ്ര കുത്തുമ്പോൾ നാട്ടുകാരുടെ വീട്ടുകാരുടെയിൽ നിങ്ങളെ ശ്രേഷ്ഠരാക്കി മാനിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ദൈവം ചലിപ്പിക്കാൻ പോകുകയാണ്. यस हालेलुया, आप जो काम करते हैं हालेलुया, हो सकता है कि आपके घर वाले या आपके देशवासी उस कामों को बातों को नहीं समझते होंगे, नहीं जानते होंगे, आपको एक मूर्ख के समान ठुकरा दिए होंगे, मजाक उड़ा रहे होंगे, मगर उन लोगों के सामने आपको आदर देने वाला परमेश्वर आपके साथ है, इस बात द्वारा विश्वास करें। മഴ പെയ്തപ്പോ, जब वहां पर बारिश हुई, വെള്ളം പൊങ്ങിയപ്പോ, जब वहां पर पानी उठने लगा, കപ്പലിന്റെ ഡോർ അടഞ്ഞപ്പോ, जब जहाज का द्वार जब बंद हो गया, ഇന്നലെ വരെ പോഷാന്ന് വിളിച്ച കുടുംബക്കാർക്ക് മാനസാന്തരം ഉണ്ടായി. कल तक जितने हालेलुया लोगों ने परिवार में बोला था कि तू मूर्ख है, उनका मन फिरा हुआ। വെള്ളത്തിൽ ഒഴുകുന്ന അല്ലിയ മനുഷ്യരെ നോഹയെ നോക്കി നിലവിളിക്കാൻ തുടങ്ങി, ഞങ്ങളെ देख- രക്ഷിക്കാൻ പറഞ്ഞു. अब पानी में डूबने वाले मनुष्यों ने हालेलुया नूह को देखकर वो चिल्लाने और रोने लगे और बोला कि नूह हमें भी बचा ले। ദൈവനാമത്തിന്റെ പ്രതി ഭ്രാന്താന്ന് വിളി കേട്ടവരെ, ദൈവനാമത്തിന്റെ പ്രതി തള്ളപ്പെട്ടവരെ, നിന്നെ മാനിക്കുന്ന ഒരു 2021 പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി നൽകാൻ പോകുന്നു. यस, परमेश्वर के नाम के कारण हालेलुया ठुकराए हुए लोगों, परमेश्वर के नाम के कारण निंदा सहने वाले लोगों, इस 2021 में परमेश्वर आपका आदर करने जा रहा है। നീ അല്ലിയ സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ അല്ലിയ നീ അല്ലിയ ശ്രേഷ്ഠനായി നിൽക്കുകയാണ്. आप सर्वशक्तिमान परमेश्वर के नजरों में आप एक श्रेष्ठ व्यक्ति के समान खड़े हो। ഒരു കളിപ്പാട്ടം പോലെ, ഒരു കളിവസ്തു പോലെ ജനം നിന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന കാലമാണോ? നിന്നെ മാനിക്കാതെ ദൈവം ഭൂമിയിൽ നിന്ന് എടുക്കത്തില്ല. यस हालेलुया, क्या लोग आपके विरोध में मजाक उड़ाते हैं, आपकी निंदा करते हैं, आपको टट्टों में उड़ाते हैं, आप विश्वास करें, आपका आदर किए बिना परमेश्वर आपको इस दुनिया में से नहीं उठाएगा। ആര് തയ്യാറാണ് कौन तैयार है ദൈവത്തിന് വേണ്ടി ശ്രേഷ്ഠനായി നിൽക്കാൻ? परमेश्वर की नजरों में श्रेष्ठ बने रहने के लिए? कितने लोग तैयार മനുഷ്യന്റെ हैं? മുമ്പിൽ പോഷരായി മാറാൻ എത്ര പേർ തയ്യാറാണ്? कितने लोग इस दुनिया के लोगों के सामने मूर्ख बनने के लिए तैयार है? നിന്റെ ബുദ്ധി വിടുന്നേ. आप अपना बुद्धि छोड़ दो। നിന്നെ ആൾക്കാരെ അല്ലിയ ശ്രേഷ്ഠാന്ന് വിളിക്കാനുള്ള അതൊക്കെ അങ്ങ് വിടുന്നേ. लोग आपकी तारीफ करे, उसको सुनना आप छोड़ दो। അവര് വിളിക്കട്ടെ, ആവശ്യം പോലെ വിളിക്കട്ടെ, ഭ്രാന്താന്ന് വിളിക്കട്ടെ. उनको आप लोगों को देखकर मूर्ख या पागल कुछ भी उनको जो बोलना है बोलने दो। ഹല്ലേലൂയ. ശിമെയി ദാവീദിനെ ശപിച്ചുകൊണ്ട് വന്നപ്പോ, हालेलुया, जब दाऊद को श्राप देते हुए जब वो आया, ശിമെയി ശപിച്ചുകൊണ്ട് വരികയാ. शिमी हालेलुया नाम का व्यक्ति अब दाऊद को श्राप देते हुए आ रहे हैं। ദാവീദിന്റെ പടയാളി പറഞ്ഞ്, രാജാവ് ഒറ്റ വാക്ക് കൽപ്പിക്കുക, ഞാൻ അവന്റെ തല ഇറക്കട്ടെ. दाऊद के सिपाही ने इस प्रकार बोला कि राजा आप एक मुझे आज्ञा दो, मैं उसका गर्दन काट दूंगा। ദാവീദ് പറഞ്ഞ്, അവനെന്നെ ശപിക്കട്ടെ, दाऊद ने बोला कि नहीं, उसको मेरे पे श्राप देने दो, അവനെന്നെ ആവോളം ശപിക്കട്ടെ. जितना हो सके उसे मुझे श्राप देने दो, കാര്യം ദൈവം അവനെ എന്നെ ശപിക്കാൻ ദൈവം ആക്കി വെച്ചിരിക്കുക. क्योंकि मेरे को श्राप देने के लिए प्रभु ने उसको चुना है। അവൻ എന്നെ കളിയാക്കട്ടെ, वो मुझे मेरा मजाक उड़ाने दे, പക്ഷെ എന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. मगर मुझे आदर देने वाला एक परमेश्वर है। അതുകൊണ്ട് ദൈവത്തിന്റെ കണ്ണിന് മുമ്പിൽ ശ്രേഷ്ഠനായി മാറി. इसलिए वो परमेश्वर की नजरों में वो श्रेष्ठ बन गया। എല്ലാവരുടെ മുമ്പിൽ പോഷനായി മാറിയ മനുഷ്യനായിരുന്നു ബൈബിളിലെ നോഹ. और नूह हम बाइबल में देखते हैं जो सब लोगों के आगे मूर्ख बन चुका था, പക്ഷെ ദൈവം അദ്ദേഹത്തെ മാനിച്ചു കേട്ടോ. मगर परमेश्वर ने उसको आदर दिया, നന്നായി മാനിച്ചു അദ്ദേഹത്തെ. काफी आदर दिया। കർത്താവ് നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കാൻ പോകും പ്രിയരെ. परमेश्वर आप लोगों को भी काफी आदर देने जा रहे हैं प्रियो। എന്നോട് ദൈവാത്മാവ് കഴിഞ്ഞ രാത്രി ഞാൻ ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 3-ാമത്തെ അധ്യായത്തിന്റെ അകത്ത് കോവർക്കേഴ്സ് എന്ന് പറഞ്ഞൊരു വചനം പ്രസംഗിക്കാൻ ഇരിക്കുകയായിരുന്നു. और हालेलुया पहली कुरिन्थियों की पत्री 3 अध्याय में से एक सहकर्मी उस वचन के में से मैं प्रचार करने के लिए बैठा था, കഴിഞ്ഞ രാത്രി ഈ ദൂത് പരിശുദ്ധാത്മാവ് മാറ്റിയതാണ്. मगर हालेलुया कल रात जब मैं परमेश्वर से प्रार्थना कर रहा था तो परमेश्वर की आत्मा ने ये नया संदेश मुझे दिया। ദൈവത്തിന് വേണ്ടി ഭോഷന്മാരായി മാറുക. परमेश्वर के लिए हमें मूर्ख बनना है। കർത്താവ് നമ്മളെ ഈ ഭൂമിയിൽ തന്നെ ആൾക്കാരുടെ മുമ്പിൽ മാനിക്കും. इस दुनिया में रहते वक्त भी परमेश्वर लोगों के आगे हमारा आदर करेंगे। തെളിവ് നോഹ. उसका सबूत है नूह। കൽദയരുടെ ഊരിൽ പ്രതിമ ദൈവങ്ങളെ വിറ്റുകൊണ്ട് നല്ല ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു അബ്രഹാമിന് ദൈവവിളി ഉണ്ടായത്. अब्राहम भी जब अपने देश में हालेलुया मूर्तियों को बनाकर अच्छा बिजनेस कर रहा था, उस समय परमेश्वर की बुलाहट अब्राहम के ऊपर आई। ദൈവം പറഞ്ഞു, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക. अब्राहम से परमेश्वर ने कहा कि जो देश मैं तुझे दिखाने पर हूं, उस देश की ओर निकल पड़। വീടും നാടും നാട്ടുകാരും വിട്ട് തന്നെ യാത്ര ചെയ്തു. हालेलुया उन्होंने अपना घर परिवार देशवासी और रिश्तेदारों सबको छोड़कर वो निकल पड़े हैं। 75 വയസ്സുള്ള അബ്രഹാം മുന്നിൽ നടക്കുമ്പോൾ പിന്നിൽ നടക്കുന്നവർക്കൊക്കെ താനൊരു ഭോഷനാണ്.
देखो 75 साल का अब्राहम जब आगे आगे चलता है तो उसके पीछे चलने वाले लोगों के नजरों में अब्राहम एक मूर्ख है, അരെ ഇന്നലകളിലെ വലിയ വീടും നാടും വീട്ടുകാരും എല്ലാം വിട്ട് ഇദ്ദേഹം പൊക്കൊണ്ടിരിക്കുന്നത്. क्योंकि अब्राहम कल तक एक अच्छी अवस्था में जी रहा था, अच्छा घर बार था, अच्छा बिजनेस था, सब कुछ छोड़ छाड़ के अब निकला है। തന്റെ കൂടെ വന്നിരിക്കുന്ന ലോത്തും ഒക്കെ നല്ല നല്ല നിലയിൽ സോതോമിലേക്ക് മാറി. और हालेलुया उसके साथ आए हुए लोत और उसका परिवार भी सदोम की ओर चले गए। ഭാര്യയുടെ ഉള്ളിൽ മാത്രമല്ല, പിതാവിന്റെ ഉള്ളിൽ മാത്രമല്ല, കൂടെ നടക്കുന്നവരെല്ലാം ഉള്ളിൽ ഈ പ്രായമുള്ള മനുഷ്യനെ കുറിച്ചുള്ള ചിന്ത ഇതാണ്, ഇദ്ദേഹം എന്തിനാ ഇങ്ങനെ പോകുന്നത്, ഇദ്ദേഹം ഒരു പോഷനായി മാറിയിരുന്നു. देखो हालेलुया केवल हालेलुया अब्राहम के पत्नी के नहीं मगर उनके पिता के ही नहीं, मगर जितने लोग अब्राहम के पीछे पीछे चल रहे थे सब लोग यही सोच रहे थे इस व्यक्ति को क्या हो गया है, ये पागल के समान एक मूर्ख के समान जा रहा है। കാര്യം സാറാ ദൈവശബ്ദം കേട്ടില്ല, क्योंकि साराई ने परमेश्वर की आवाज को नहीं सुना था। പപ്പ ദൈവശബ്ദം കേട്ടിട്ടില്ല, अब्राहम के पापा ने उसके पिता ने परमेश्वर की आवाज को नहीं सुना था। പിന്നിൽ വരുന്ന ആരും ദൈവശബ്ദം കേട്ടിട്ടില്ല. अब्राहम के पीछे चलने वाले किसी व्यक्ति ने भी परमेश्वर की आवाज को नहीं सुना है। അതാ ദൈവശബ്ദം കേട്ടവന്റെ ഉള്ളിലെ അല്ലെ നീറ്റൽ അല്ലെങ്കിൽ ഉള്ളിലെ വേദന അവന് മാത്രമേ അറിയത്തുള്ളൂ. देखो जिसने परमेश्वर की आवाज को सुना है केवल और केवल वो व्यक्ति अपने हृदय में उस गर्माहट को, उस जलन को अनुभव कर सकता है। പുറകെ നിൽക്കുന്നവര് നിന്നെ അപ്രിഷിയേറ്റ് ചെയ്യത്തില്ല, पीछे खड़े हुए लोग आपको कभी प्रोत्साहित नहीं करेंगे, ഭ്രാന്താന്നേ വിളിക്കത്തുള്ളൂ, आपको हमेशा लोग पागल ही करके बुलाएंगे, പോഷണേന്ന് വിളിക്കത്തുള്ളൂ. मूर्ख करके ही आपको बुलाएंगे। പക്ഷെ നിന്റെ വിശ്വാസം ദൈവം ഭംഗം വരുത്തത്തില്ല, मगर आपके विश्वास में हालेलुया कमी होने के लिए परमेश्वर പ്രത്യാശ ദൈവം ഭംഗം വരുത്തത്തില്ല. आपकी आशा को कम होने वो नहीं देगा। ഹല്ലേലൂയ. ദൈവം 100ാമത്തെ വയസ്സിൽ തന്നെ മാനിക്കാൻ തുടങ്ങി. देखो 100वें उम्र में परमेश्वर ने अब्राहम को काफी आदर दिया। അബ്രഹാമിന്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് മാനിച്ചു. अब्राहम के जीवन को परमेश्वर ने काफी आशीषित कर दिया। കേൾക്കുന്ന ദൈവമക്കൾ കർത്താവിന്റെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാമോ? നിങ്ങൾ मुझे सुनने वाले परमेश्वर के लोग हो, आप परमेश्वर को हालेलुया धन्यवाद दे। ദൈവം നമ്മളെ മാനിക്കുമ്പോൾ എത്ര പേർ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാണ്? हालेलुया परमेश्वर हमारा आदर करने जा रहे हैं, कितने लोग परमेश्वर को स्तुति कर सकते हैं? ഹല്ലേലൂയ. ദൈവത്തെ ഒന്ന് ചേർന്ന് സ്തുതിച്ചാട്ടെ. सब लोग मिलकर परमेश्वर की स्तुति करें प्रियो। ഓ ദൈവം നമ്മളെ മാനിക്കുന്ന സമയം, परमेश्वर हमें आदर देने वाला समय है ये। മാനിക്കാൻ പോകുകയാണ് ദൈവമക്കളെ. परमेश्वर अपने लोगों को आदर देने जा रहा है। അബ്രഹാമിനെ മാനിച്ചു. अब्राहम को परमेश्वर ने आदर दिया, ചെറിയ രീതിയിലൊന്നുമല്ല, छोटी रीति से नहीं, വിശ്വാസികളുടെ പിതാവായി ദൈവം മാനിച്ചു. मगर विश्वासियों के पिता के रूप में परमेश्वर ने अब्राहम को आशीषित किया। ഈ നിയമത്തിൽ സക്കായി അനുഗ്രഹിക്കാൻ പോലും ദൈവം യേശു പോലും അബ്രഹാമിന്റെ പദം ഉപയോഗിച്ചു, വാക്ക് ഉപയോഗിച്ചു. नए नियम में जक्कई को यीशु मसीह जब आशीष दे रहे थे उस समय भी यीशु ने भी हालेलुया अब्राहम का नाम लेकर आशीष दिया। ഇവനും അബ്രഹാമിന്റെ സന്താനമാകെ. यीशु ने जक्कई को देखकर कहा कि यह भी अब्राहम का संतान बन चुका है। ഹല്ലേലൂയ. ഈ കുടുംബത്തെ അനുഗ്രഹിച്ചിരിക്കുക. इस परिवार को आशीषित कर दिया गया है। ഹല്ലേലൂയ. അബ്രഹാം നിന്ദിക്കപ്പെട്ട ആളായിരുന്നു, अब्राहम काफी निंदाओं को सहने वाला एक व्यक्ति था, ദൈവം മാനിച്ചു കേട്ടോ. मगर परमेश्वर ने उसका आदर किया। ആരൊക്കെ ഭോഷരാക്കി അവരെല്ലാം ദൈവം മാനിച്ചു. जितने लोगों ने अपने आप को मूर्ख बनाया उनको प्रभु ने आदर दिया है। നോക്ക്, എരിഹോ കോട്ടയുടെ ചുറ്റും 7 ദിവസം നടക്കുന്ന യോശുവയെ നോക്കിക്കേ. यरीहो दीवार के चारों तरफ 7 दिन तक चक्कर लगाने वाले यहोशू को देखो। ഒരു മതിൽ മറിക്കാൻ നടക്കുവാണ് അതിന്റെ പുറകെ. देखो एक पूरे दीवार को गिराने के लिए चारों तरफ चक्कर लगा रहे हैं। ആൾക്കാർക്കൊക്കെ എന്നെ കളിയാക്കാന്നറിയോ? लोगों ने कितना ही उसका मजाक उड़ाया ഹല്ലേലൂയ. ഈ ഒരു മതിൽ മറിക്കാൻ ഇദ്ദേഹം നടക്കുക. और बोला कि एक दीवार गिराने के लिए ये चक्कर लगा रहे हैं। പക്ഷെ 7ാം ദിവസം യോശുവയുടെ ദൈവം ആരാന്ന് അവിടെ വെളിപ്പെട്ടു. मगर 7वें दिन परमेश्वर ने प्रकट किया कि यहोशू का परमेश्वर कौन है। ഇന്നത്തെ ദൂത് എന്താ നിങ്ങൾക്ക് മനസ്സിലാകും? आज का संदेश आपको क्या समझ आया है? ദൈവത്തിന്റെ സ്ഥാനത്ത് മാത്രമാണ് നമ്മളെ ദൈവം മാത്രമാണ് ശ്രേഷ്ഠരായി കാണുന്നത്. परमेश्वर के प्रियो केवल और केवल परमेश्वर की नजरों में हालेलुया परमेश्वर हमें श्रेष्ठ जानते हैं। ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ ദൈവമാണ് നമ്മളെ ശ്രേഷ്ഠരായി എണ്ണുന്നത്. परमेश्वर के नाम की महिमा के लिए, परमेश्वर के लिए जब हम खड़े होते हैं तो केवल परमेश्वर ही हमें श्रेष्ठ जानते हैं। നോഹയെ ഭോഷനായിട്ടാ ലോകം എണ്ണിയത്. इस दुनिया के लोगों ने नूह को एक मूर्ख के समान देखा, അബ്രഹാമിനെ ഭോഷനായിട്ടാണ് എണ്ണിയത്. अब्राहम को एक मूर्ख के समान लोगों ने देखा, മോശയൊക്കെ ജനം ഭോഷനായിട്ടാ കണ്ടത്. मूसा को हालेलुया परमेश्वर लोगों ने मूर्ख के समान देखा। യോശുവയൊക്കെ കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ജനത്തിനങ്ങ് ഭോഷനായിട്ടാ കാണുന്നത്. यहोशू ने भी जो काम किए हैं उन कामों को देखकर लोगों ने उसको मूर्ख कहा। അല്ലേ, എന്തിനേറെ പറയുന്നു, യേശുവിനെ പോലും ഭ്രാന്തനായി കണ്ട ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. देखो ज्यादा कुछ क्या कहना है, हमारे यीशु मसीह को भी इस दुनिया के लोगों ने एक पागल के समान देखा है। हालेलुया ऐसी एक दुनिया में हम जी रहे हैं प्रियो। 5 അപ്പം എടുത്ത് പ്രാർത്ഥിച്ചപ്പോ
5 रोटियों को अपने हाथों में लेकर जब यीशु ने प्रार्थना की, ആൾക്കാരെല്ലാം ചിരിക്കാൻ തുടങ്ങി. लोग वहां पर बैठकर हंसने लगे. 25,000 പേർക്ക് വേണ്ടിയാണ് ഈ 5 അപ്പം എടുത്ത് പിടിച്ചിരിക്കുന്നത്. लोग कहने लगे कि क्या 25,000 लोगों के लिए इन्होंने 5 रोटी अपने हाथ में लिया है. ദൈവത്തിന്റെ പുത്രനെ പോലും ഭോഷനായിട്ട് എണ്ണിയ ലോകത്താണ് നാം ജീവിക്കുന്നത്. परमेश्वर के पुत्र को भी एक मूर्ख कहे हुए इस दुनिया में हम भी जी रहे हैं प्रियो. പക്ഷെ ഭോഷനായിട്ട് എണ്ണിയവരുടെ മുമ്പിൽ യേശുവിനെ ദൈവം മാനിച്ചു. मगर जिन लोगों ने हालेलुया यीशु को मूर्ख हालेलुया कहा, मूर्ख समझा, उनके आगे यीशु का आदर किया गया. ഐറോസിന്റെ മകൾ മരിച്ചു കിടക്കുന്ന മരണ വീട്ടിലോട്ട് യേശു കയറി. याईर की बेटी जिस घर में मरी हुई थी, यीशु मसीह उस घर में आए. കുറെ നേരം ആ കുഞ്ഞിനെ നോക്കി എന്നിട്ട് എല്ലാവരും കേൾക്കെ ഒരു വാക്ക് പറഞ്ഞു, കാഫി. ഇവൾ ഉറങ്ങുകയാണല്ലോ. यस, काफी देर तक उस बेटी को यीशु मसीह देखते रहे और जितने लोग वहां पर खड़े थे सब लोगों को सुनने के लिए यीशु ने बोला ये तो सो रही है. ഇവൾ ഉറങ്ങാന്ന് പറഞ്ഞപ്പോ ആൾക്കാരെല്ലാം ഭയങ്കര ചിരി. जब यीशु ने कहा कि ये तो सो रही है, तब वहां पर खड़े हुए लोग सब हंसने लगे. കണ്ടോ, ഭോഷനായിട്ട് എണ്ണി. देखो वहां पर भी यीशु को एक मूर्ख के रूप में बोला गया. അടുത്ത വാക്കിൽ യേശു ആ കുഞ്ഞിനെ വിളിച്ചുണർത്തി തലീത കുമി എന്ന് പറഞ്ഞപ്പോൾ അവൾ ചാടി എഴുന്നേറ്റു. अगले पद में हम देखते हैं यीशु ने उसको बोला कि तबीता कुमी, हालेलुया बोलते ही वो लड़की उठकर बैठ गई. നോക്ക്, ചില നിമിഷം മുമ്പ് ആൾക്കാർ പറഞ്ഞു ഇവന് ഭ്രാന്താന്നാ. कुछ समय पहले तक लोगों ने बोला था कि ये पागल है. യേശുവിനെ പകച്ച ലോകത്താണ് നാം ജീവിക്കുന്നത്. यीशु मसीह की निंदा की हुई इस दुनिया में हम जी रहे हैं. യേശുവിനെ നിന്ദിച്ച ലോകത്താണ് നാം ജീവിക്കുന്നത്. यीशु मसीह पर दोष लगाए हुए इस दुनिया में हम जी रहे हैं. വേറെ കർത്താവ് നമ്മളെ മാനിക്കാൻ പോകുകയാണ്. परमेश्वर मगर हमारा आदर करने जा रहा है. ലോകത്തിന് മുമ്പിലെല്ലാം ഭോഷനായി മാറി. दुनिया के आगे हालेलुया एक मूर्ख बन चुके हैं. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്താൻ പോവുക. मैं अपने शब्दों को समाप्त करने जा रहा हूं. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, അൽ കൂഷിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം. हालेलुया. बाइबल में एक वचन इस प्रकार है, क्रूस की कथा जो है वो नाश होने वालों के लिए मूर्खता है, രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയാണ്. मगर उद्धार पाए हुए हम लोगों के लिए वो परमेश्वर की सामर्थ्य ठहर चुका है. ശരിക്കും നശിച്ചു പോകുന്നവർക്ക് ഈ ദൈവവചനം ഭോഷത്വം വരെ. बिल्कुल सही बात है प्रियो. नाश होने वाले लोगों के लिए परमेश्वर का वचन केवल उनको मूर्खता के समान लगता है. ചോദ്യങ്ങൾ ചോദിച്ച് 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 പലരുടെ വായ അടയ്ക്കാൻ പറ്റും. सवालों को पूछ पूछ कर हम अनेक लोगों का मुंह बंद कर सकते हैं, കാര്യം അല്ലിയ പലതിനും അല്ലിയ മറുപടികളില്ല. क्योंकि अनेक विषयों का उत्तर नहीं है. കാര്യം ഇത് നശിച്ചു പോകുന്നവർക്ക് ഇത് ഭോഷത്വം. नाश होने वाले लोगों के लिए ये मूर्खता है. ഞാൻ ഒരു നോർത്ത് ഇന്ത്യ ഫാമിലിയിൽ പ്രാർത്ഥിക്കാൻ ചെന്നു. मैं एक उत्तर भारतीय परिवार में प्रार्थना के लिए गया. അപ്പനും അമ്മയും മൂത്ത സിസ്റ്ററും യേശുവിൽ വിശ്വസിക്കുന്നു. माता पिता और वहां की सबसे बड़ी बेटी जो है वो यीशु पर विश्वास करते हैं. ഇളയ കുഞ്ഞ് യേശുവിൽ വിശ്വസിക്കുന്നില്ല. छोटी बेटी वो यीशु पर विश्वास नहीं करती है. അവൾക്ക് അപ്പനെയും പുച്ഛമാണ്, വീട്ടിൽ വരുന്ന പാസ്റ്റർമാരെയും പുച്ഛമാണ്. और उस बेटी को हालेलुया अपने पापा से वो बैर रखती है और जितने लोग वहां पर प्रार्थना के लिए आते हैं उन सबसे वो बैर रखती है. ഞാൻ അവിടെ ഇരുന്നിട്ട് നമ്മളൊക്കെ വളരെ പുച്ഛത്തോടെയാണ് കണ്ടത്. मैं वहां पर प्रार्थना के लिए बैठा हुआ था, मुझे भी काफी हालेलुया तुच्छ नजरों से वो देख रही थी. ഞാൻ ചോദിച്ചു, ഏത് കാരണത്താലാണ് നിനക്ക് യേശുവിനെ ഇഷ്ടമില്ലാത്തത്? मैंने उस बेटी से पूछा कि कौन सी वजह है जिससे आप यीशु से नफरत करती हो? അവള് പറഞ്ഞ് നിങ്ങൾക്കൊക്കെ ഭ്രാന്താ. तो उस बेटी ने कहा कि आप सब लोग पागल हो. 2 കള്ളന്മാരുടെ 3 ഇരുമാണി തൂങ്ങിക്കിടന്നിട്ട് ആൾക്കാർ മുഖത്ത് തുപ്പിയിട്ടും കർണത്തിട്ട് അടിച്ചിട്ടും സ്വന്തമായി ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത യേശുവിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. उस बेटी ने मुझसे बोला कि हालेलुया 2 चोरों के बीच में हालेलुया 3 किलो पर यीशु को जो लटकाया गया, मार दिया गया, लोगों ने उसके चेहरे पर थूका, चप्पल मारे, हालेलुया वो यीशु अपना प्राण नहीं बचा पाया, उस यीशु की आप क्यों सेवा कर रहे हो? ഞാൻ ചോദിച്ചു, നിന്റെ ഉള്ളിൽ യേശു ആരാ? मैंने उस बेटी से पूछा कि आपके मन में यीशु कौन है? എന്റെ ഉള്ളിൽ യേശു കുരിശിൽ ഇറങ്ങി വന്ന അവരെല്ലാം അടിച്ചോടിക്കുന്ന ഒരു യേശു എന്റെ ഉള്ളിൽ യേശു. तो उस बेटी ने बोला कि मेरे मन में यीशु हालेलुया ऐसा होना चाहिए कि जो क्रूस पर लटकाया गया हो, मगर वहां से उतरकर जितने लोग वहां पर खड़े थे सबको वो मारे. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ യേശുവിനെ ആരാധിച്ചു. अगर यीशु ने ऐसा किया होता तो मैं यीशु के पीछे आती. പ്രിയരെ, നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം. प्रियो देखो, नाश होने वाले लोगों के लिए ये क्रूस की कथा मूर्खता है. ഇതിനാണ് 2 കള്ളന്മാരുടെ ഇടയിൽ യേശു മൗനമായി കടന്നത്. यीशु मसीह 2 चोरों के बीच में चुपचाप शांति से क्यों लेटा रहा? തനിക്ക് തന്നെ രക്ഷിക്കാൻ പറ്റാഞ്ഞിട്ടാണോ? क्या ऐसा था कि यीशु अपने आप को बचा नहीं सकता था? ലോകത്തെ രക്ഷിക്കാനല്ല വന്നത്. देखो, दुनिया को बचाने के लिए यीशु मसीह आए हैं. അവിടെ ഒരു ചോദ്യം ഉണ്ടായി, സ്വന്തമായി രക്ഷിക്കാൻ പറ്റാത്ത ആളെങ്ങനെ ലോകത്തെ രക്ഷിക്കും? वहां पर एक सवाल इस प्रकार उठा कि जो अपने आप को नहीं बचा सकता तो दुनिया को कैसे बचाएगा? ഈ ഒരു ചിന്ത അവരെ വല്ലാത്ത ഒരു ക്രൂര മനോഭാവത്തിലേക്ക് നടത്തി. ऐसी एक चिंता की वजह से उस बेटी जीवन में काफी दूर यीशु से हो गई.
അവളോട് സംസാരിക്കുമ്പോൾ എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മ പറഞ്ഞു, देखो, जब मैं उस बेटी से बात कर रहा था तो परमेश्वर की आत्मा ने मुझसे कहा, നശിച്ചു പോകുന്നവർക്ക് ദൈവവചനം ഭോഷത്വമാണ്, नाश होने वाले लोगों के लिए क्रूस की कथा एक मूर्खता है, രക്ഷിക്കപ്പെടും നമുക്കിത് ദൈവശക്തിയാണ്. मगर उद्धार पाने वाले हम लोगों के लिए ये परमेश्वर की सामर्थ है। ആ ക്രൂശിൽ നടന്നത് നമുക്ക് ദൈവശക്തിയല്ലേ? उस क्रूस पर जो हुआ है वो हमारे लिए परमेश्वर की सामर्थ है प्रियो। അവിടെ ചൊരിഞ്ഞ രക്തത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അകത്തൊരു ജയം വ്യാപരിക്കുക. वहां पर यीशु ने जो अपना लहू बहाया है, उस लहू के बारे में जब हम सोचते हैं उसी वक्त हमारे अंदर वो सामर्थ आ जाती है। ചിലർക്ക് ഇത് കളിയാക്കാവുമ്പോൾ, कुछ लोगों के लिए जब ये मजाक का विषय बन चुका है, നമ്മൾ സ്പ്രിംഗിൽ നിന്ന് ആരാധിക്കുന്ന പോലെ നമ്മൾ ആരാധിക്കുക. मगर एक स्प्रिंग में जिस प्रकार खड़े होकर हम आराधना करते हैं वैसे ही हम प्रभु की आराधना कर पाते हैं, അതെ, ക്രൂശ് നമുക്ക് ദൈവശക്തിയാണ്. क्योंकि क्रूस जो है हमारे लिए परमेश्वर की सामर्थ है। ക്രൂശിലെ മരണവും ക്രൂശിലെ ഉയർപ്പും നമുക്ക് ദൈവശക്തിയാണ്. क्रूस की यीशु की मृत्यु और वहां पर जी उठना हमारे लिए परमेश्वर की सामर्थ है प्रियो। ഹല്ലേലൂയ. हालेलुया। ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാരായി മാറി. हम मसीह के लिए मूर्ख बन चुके हैं। ആമേൻ. आमेन। ദൈവം നിങ്ങളെ മാനിക്കട്ടെ. കർത്താവിന്റെ മക്കളെ, परमेश्वर आपको आदर देने पाए प्रियो। നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. हम सब एक साथ मिलकर प्रार्थना करने जा रहे हैं। ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. परमेश्वर आपको आशीषित करे। ഇന്നത്തെ ഈ ദൂത് നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതി വെക്കുക. आज के संदेश को आप अपने हृदय में लिख के रखें। ഹല്ലേലൂയ. ഞങ്ങൾ ക്രിസ്തു നിമിത്തമാണ് ഭോഷന്മാരായത്. हम मसीह के कारण मूर्ख ठहरे हैं। ഞങ്ങൾ ക്രിസ്തു നിമിത്തമാണ് ബലഹീനരായത്. हम मसीह के कारण निर्बल हुए हैं। ക്രിസ്തു നിമിത്തമാണ് ഞങ്ങൾ മാനഹീനരായത്. हम मसीह के कारण निरादर हुए हैं। ആമേൻ. आमेन। ക്രിസ്തു ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഞങ്ങൾക്ക് വരത്തില്ലായിരുന്നു. अगर मसीह नहीं होते तो ये सब कुछ हमारे जीवन में नहीं आता। യേശുവിന് വേണ്ടി നിന്നില്ലായിരുന്നെങ്കിൽ अगर यीशु के लिए हम नहीं जिए होते ലോകം ഞങ്ങളെ ഭ്രാന്താന്ന് വിളിക്കത്തില്ലായിരുന്നു. तो दुनिया के लोग हमें पागल नहीं बुलाते। യേശുവിന് വേണ്ടി നിന്നില്ലായിരുന്നെങ്കിൽ ലോകം ഭോഷന്മാരെന്ന് വിളിക്കത്തില്ലായിരുന്നു. अगर यीशु के लिए हम नहीं जिए होते दुनिया हमें मूर्ख नहीं बुलाती। യേശുവിന് വേണ്ടി നിന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളും ബലഹീനരല്ലായിരുന്നു. यीशु के लिए अगर हम नहीं जिए होते तो हम भी निर्बल नहीं होते प्रियो। ലോകപ്രകാരം സിഗരറ്റ് വലിച്ചും കള്ളുകുടിച്ചും ലോകപ്രകാരം സിനിമ കണ്ടും ലോകപ്രകാരം ജീവിക്കുമായിരുന്നെങ്കിൽ ലോകക്കാർ മുമ്പിൽ മാനഹീനരാകത്തില്ലായിരുന്നു. इस दुनिया के दुनियादारी के अनुसार अगर सिगरेट पीकर दारू पीकर हालेलुया मूवी देखकर इस दुनिया की रीति के अनुसार अगर हम चले होते तो दुनिया की नजरों में हम मूर्ख या निरादर नहीं होते। വീട്ടുകാർ നടുവിൽ, രക്തബന്ധങ്ങളിടയിൽ, ബന്ധുമിത്രാദികളിടയിൽ തള്ളപ്പെട്ടതിന്റെ കാരണം ക്രിസ്തുവിന് വേണ്ടി നിന്നതാണ്. हम हालेलुया अपने घर वालों के बीच, देशवासियों के बीच, रिश्तेदारों के बीच इसलिए ठुकराए गए क्योंकि हम मसीह के लिए जी रहे हैं। ഹല്ലേലൂയ. പല നാട്ടുകാരും ഇന്നലകൾ മിണ്ടിയവർ ദൈവഭാഗത്തേക്ക് വന്നപ്പോൾ തല കുനിച്ചു പോകാൻ കാരണം ക്രിസ്തുവിന് വേണ്ടി നിന്നതുകൊണ്ടാണ്. अनेक लोग जो हमसे अच्छे से बात करते थे मगर मसीह में आने की वजह से वे लोग आज हमसे हालेलुया अपना चेहरा मोड़कर चले जाते हैं। ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഭോഷർ, दुनिया की नजरों में हम मूर्ख हैं ദൈവത്തിന് മുമ്പിൽ ഭാഗ്യവാൻ, मगर परमेश्वर की नजरों में हम धन्य हैं प्रियो। ദൈവത്തിന്റെ മുമ്പിൽ ശ്രേഷ്ഠൻ. परमेश्वर की नजरों में हम श्रेष्ठ हैं प्रियो। കർത്താവ് നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നു. परमेश्वर हमसे उतना अधिक प्रेम करते हैं। ഒരു നിമിഷം ഒന്ന് സമർപ്പിക്കാമോ? एक पल हम अपने आप को समर्पित करें। നിങ്ങൾക്ക് മാന്യത വേണോ? क्या आप आदर पाना चाहते हैं? യേശുവിനെ തള്ളിക്കളഞ്ഞ് ലോകത്തിലേക്ക് പോകും. यीशु को ठुकराए हुए इस दुनिया में चले जाओ। ലോകക്കാര് ശ്രേഷ്ഠാന്ന് നിന്നെ വിളിക്കണോ? क्या इस दुनिया के लोग आपको श्रेष्ठ बुलाना चाहते हैं? യേശുവിനെ തള്ളിക്കളഞ്ഞ് ലോകത്തിലേക്ക് പോകും. यीशु को ठुकराए हुए इस दुनिया में आप चले जाओ। ദൈവത്തിന് മുമ്പിൽ മാന്യത ലഭിക്കണോ? मगर क्या आप परमेश्वर की नजरों में आदर पाना चाहते हैं? നോഹയെ ഈ ഭൂമിയിലിട്ട് ദൈവം മാനിച്ചു. नूह को परमेश्वर ने इस दुनिया में भी आशीषित किया। നോക്ക്, മുന്നി നടക്കുന്ന ആ പ്രായമുള്ള അപ്പച്ചനെ പിന്നി നടക്കുന്ന ആൾക്കാർ കളിയാക്കുക. അബ്രഹാം देखो अब्राहम के जीवन में भी देखते हैं बुजुर्ग पिताजी जब आगे आगे चलते हैं पीछे खड़े हुए लोग उसका मजाक उड़ा रहे थे, ദൈവം മാനിച്ചു. मगर परमेश्वर ने उसको आदर दिया। മോശയെ മാനിച്ചു, मूसा को प्रभु ने आदर दिया, യോശുവയെ മാനിച്ചു, यहोशू को प्रभु ने आदर दिया, പത്രോസിനെയും പൗലോസിനെയും മാനിച്ചു, पतरस और पौलुस को भी परमेश्वर ने आदर किया, യോഹന്നാനെ മാനിച്ചു. यूहन्ना का भी परमेश्वर ने आदर किया। യേശുവിനെ പകച്ച് ലോകത്താണ് നാം ജീവിക്കുന്നത്. यीशु मसीह को हालेलुया ठुकराए हुए इस दुनिया में हम जी रहे हैं। പോകും മുമ്പ് ശിഷ്യന്മാരെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, यीशु जाने से पहले अपने चेलों को पास बुलाकर उन्होंने बोला, എനിക്ക്
മുൾമുടി തന്ന ലോകമാ. मुझे हालेलुया मेरे सर पर कांटों का मुकुट रखा हुआ दुनिया है ये. എനിക്ക് ആണി തന്ന ലോകമാ. मेरे हाथों पैरों में कील ठोकी हुई दुनिया है ये. എന്നെ കുരിശ് തന്ന ലോകമാ. मुझे क्रूश दिया हुआ दुनिया है ये. എന്നെ മുഖത്ത് തുപ്പിയ ലോകമാ. मेरे चेहरे पर थूका हुआ एक दुनिया है ये. നാണയത്തൊട്ടുകൊണ്ട് എന്റെ മുഖത്തെ രോമം പറിച്ചെടുത്ത ലോകമാ. हालेलुया सिक्कों से मेरे चेहरे के भालों को उखाड़ने वाली दुनिया है ये. നിന്നെ ഇതൊക്കെ ചെയ്തോളൂ. आपके साथ भी ऐसा ही होगा. എന്നെ പകച്ച ലോകം നിന്നെയും പകയ്ക്കും. मुझसे बैर रखने वाली दुनिया आप लोगों से भी बैर रखेगी. ആ ലോകം തരുന്ന പേര് നിനക്ക് വേണോ? वो दुनिया जो नाम आपको देती है क्या आप उसको लेना चाहते हैं? പാട്ടുകാരൻ പാടിയില്ലേ, നീ തരുന്ന പേരെനിക്ക് എന്തിന്. हालेलुया एक गीतकार ने इस प्रकार गाया कि जो तू नाम मुझे देता है वो मुझे किस काम का. യേശുവിനെ തള്ളിയ ലോകം എനിക്ക് തരുന്ന പേരെനിക്ക് എന്തിനാ. यीशु को ठुकराए हुए दुनिया के लोग जो अच्छा नाम आपको देते हैं वो मेरे जीवन में किस लायक का है. എനിക്ക് അല്ലിയ ഒരു വെള്ളക്കല്ലും അതിലെഴുതിയ പേരും എന്റെ ദൈവം തരും. मगर मुझे मेरा परमेश्वर एक श्वेत पत्थर और उसमें लिखा हुआ नाम वो मुझे देगा. കരങ്ങൾ ഉയർത്തി യേശുവിനെ സ്തുതിക്കാം. यस हाथों को उठाकर परमेश्वर की स्तुति करेंगे प्रियो. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. एक पल हम प्रार्थना करें. നമ്മുടെ കൂടെ ഉണ്ട്. परमेश्वर हमारे साथ है. കണ്ണുകളടയ്ക്കാം. आंखों को बंद करें. ഓ റാബാ ശാന്തരലമാറ്റസ്.